ഹായ്, ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും ആഗ്രഹം. ഈവൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ആഗ്രഹമാണ് ഒന്ന് തുടങ്ങണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ പലർക്കും ഒരു ജോലിയൊക്കെ വിട്ടിട്ട് അതിലോട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു തീരെ ധൈര്യമില്ലാത്ത സംഭവമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബിസിനസ് തുടങ്ങാൻ തയ്യാറെടുത്താൽ പോലും അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫണ്ടിങ് ആയിക്കോട്ടെ, അതിനുള്ള നല്ല നെറ്റ്വർക്ക് കണക്ഷൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റി സാധാരണക്കാർക്ക് എപ്പോഴും ഇപ്പം നമ്മളൊക്കെ തുടങ്ങിയപ്പോഴും എന്താണ് സ്റ്റാർട്ടിങ്ങിൽ തീരെ നമുക്ക് അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ടാവില്ല, ഫണ്ട് ഉണ്ടാവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന കേസിൽ എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ട് ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. സെനൂസാം എന്നാണ് പേര്. സെനു ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ഫീൽഡിലൊരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഈ പ്രോബ്ലംസ് ഒക്കെ ഞാൻ കേട്ട സമയത്ത് ഒരിക്കലും സ്കെയിൽ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ എങ്ങനെ ഇത് സ്കെയിൽ ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചൊരു ഐഡിയ ആണ്. അപ്പോൾ അത് ബിൽഡ് ചെയ്ത് ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ബിൽഡ് ചെയ്തു. ഏകദേശം ഒരു 100 കോടിയോളം വാല്യൂലോട്ട് കമ്പനി ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് സെനു. അപ്പോൾ സെനുവിൻ്റെ അതായത് ആ ഒരു എൻട്രി ബാരിയറും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കുറേ സ്ട്രഗിൾസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായാലേ നമുക്ക് നാളെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ ആ മിസ്റ്റേക്കുകളൊക്കെ മുൻകൂട്ടി വന്നിട്ടുള്ള ഒരു ഫൗണ്ടർ കൂടിയാണ് സെനു. അപ്പോൾ സെനുവിനോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നത്, എങ്ങനെയാണ് തരണം ചെയ്യുന്നതൊക്കെ ഉള്ളത്. അതിന് നമുക്ക് നിങ്ങൾ നാളെ ബിൽഡ് ചെയ്യണ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു മിസ്റ്റേക്കുകൾ വരാതിരിക്കാനുള്ള പരിപാടികൾ നോക്കാം. സോ സെനു, വെൽക്കം. അല്ല, ഞാൻ പേരിട്ടിട്ടില്ല, പേരിടാത്ത ചാനലാണ്. അപ്പോൾ നമ്മൾ ഐഡിയ ആലോചിക്കുന്നുള്ളൂ. എന്തായാലും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ഫൗണ്ടേഴ്സിനും നമുക്ക് ഈ ഒരു ഫ്ലോറിൽ എത്തിക്കാം. അതേപോലെ വേറെയും ബിസിനസ് ഓൾറെഡി പ്രൂവണായിട്ട് ബിസിനസ് ചെയ്ത ആൾക്കാരെ നമുക്ക് എത്തിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗസ്റ്റായിട്ട് സെനുവിനാണ് വന്നിരിക്കുന്നത്. താങ്ക്സ് ഫോർ കമ്മിങ്. നമ്മൾ ഓൾറെഡി സെനു ഫ്രണ്ടാണ് കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബന്ധത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ സെനുവിനോട് ബാക്കി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് പറഞ്ഞ് 100 കോടിയോളം വാല്യൂഷനുള്ള കമ്പനിയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ സെനുവിനോട് ചോദിക്കുന്നത് എത്ര കോടി കിട്ടിയപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് വിൽക്കാൻ റെഡിയാവും? പെട്ടെന്ന് ഒരു ടഫായിട്ടുള്ള ചോദ്യമാണ്. എന്നാലും ഒരു 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 ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടോ, അല്ലെങ്കിൽ സെല്ല് ഔട്ട് ചെയ്യാതെ കൊണ്ടുപോകുന്ന പ്ലാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഇല്ല, ഞാനങ്ങനെ ഇതുവരെ ആലോചിച്ചിട്ടില്ല, സത്യമായിട്ടും ആലോചിച്ചിട്ടില്ല. എനിക്ക് ആഗ്രഹം നമ്മൾ ഇവിടുന്ന് ഒരു കാര്യം ബിൽഡ് ചെയ്തു, അതിൻ്റെ ഒരു സ്കെയിൽ എനിക്കറിയാം, അതിൻ്റെ ഏത് ലെവൽ വരെ പോകണം എന്നൊരു സ്കെയിലുണ്ട്, അവിടെ വരെ എത്തിക്കണം എന്നാണ് ആദ്യത്തെ ഒരു. സോ നമ്മുടെ ഒരു വാല്യുവേഷൻ ആയിരിക്കത്തില്ല ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു വാലിഡേഷൻ. സോ അതിനൊരു സ്കെയിൽ സോൾവ് ചെയ്യുന്നിടം വരെ പോട്ടെ, അന്ന് നമുക്ക് നോക്കാം എത്ര. സോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ മേടിക്കാനുള്ളൊരു ചിന്തിക്കേണ്ട, അതിനുള്ള ഒരു വഴിയില്ല, നടക്കില്ല. പുതിയൊരാൾ ഇപ്പോൾ സൊല്യൂഷനിലോട്ട് വരികയാണെങ്കിൽ ഒരു പുതിയൊരാൾ വന്നിട്ട് നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അതായത് നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ വന്നിട്ടാണോ, അതായത് ഹോസ്പിറ്റൽ പോലെ എന്തെങ്കിലും ഫെസിലിറ്റിയിലാണോ, അതോ മൊബൈൽ ആപ്പിലാണോ, വെബിലാണോ, എങ്ങനെയാണ് വരേണ്ടത്? സോ എന്താ ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഒരു 80% ഹോസ്പിറ്റലും സ്മോൾ മീഡിയം ഹോസ്പിറ്റലാണ്. അവിടുത്തെ 70% ബെഡുകൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. അത് യൂസ് ചെയ്യുന്നില്ല. അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടുത്തെ റിസോഴ്സുകൾ മജോറിറ്റിയും യൂസ് ചെയ്യുന്നില്ല. ഈ യൂസ് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ, ആ ഹോസ്പിറ്റലിൽ തുടങ്ങിയത് ഒരു ഇൻഡിവിജ്വൽ ഡോക്ടറോ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സോ അവരുടെ ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ഹോസ്പിറ്റൽസ്. പക്ഷേ അവർക്ക് ഇതിനൊക്കെ ഒരു മാർക്കറ്റിംഗ് പവർ ഇല്ല. അങ്ങോട്ട് പേഷ്യൻസിനെ കൊണ്ടുവരാനോ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറയാനോ. ഈ കോമ്പറ്റീഷൻ അത്രമാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ പറയാനൊരു പവർ അവർക്കില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡോക്ടേഴ്സുണ്ട്. ചിലപ്പം വലിയ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെ അവിടെ ഉണ്ട്, നല്ല ടെക്നോളജി ഉണ്ട്. പക്ഷേ ഇവരിവിടെ ഉണ്ടെന്ന് പറയാനൊരു പവർ ഇല്ലാത്തതുകൊണ്ടും വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടും ഇവരിലോട്ട് പേഷ്യൻസ് എത്തുന്നില്ല. ഇപ്പുറത്തെ പേഷ്യൻസിനെ നോക്കിയേ, അവർക്ക് എങ്ങനെയായാലും കുറഞ്ഞ ചിലവിൽ ഫുൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് അവർക്കും ആഗ്രഹം. പക്ഷേ കുറഞ്ഞ ചിലവെന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. കാരണം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ട്രീറ്റ്മെൻറ്റ് പോയാൽ എപ്പോഴും കോസ്റ്റ്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും അതിന് മേളിലോട്ടായിരിക്കും കോസ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കും. കിട്ടിയെന്നുള്ള പേടി വേറെ. ഇൻഷുറൻസ് 30-40 പേർക്ക് 60% ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഏത് ഡോക്ടറിനെ ചൂസ് ചെയ്യണം, ഈ വലിയ ഹോസ്പിറ്റൽ അല്ലാതെ എവിടെ പോകണമെന്ന് അവർക്കും അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഒരു സൈഡിലുള്ള ഈ പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റൽ സൈഡിലെ പ്രോബ്ലം. ഇത് കണ്ടപ്പം ഇതൊരു വലിയ പ്രോബ്ലം ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് സോൾവ് ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ പേഷ്യൻസിന് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുക, ഈ യൂസ് ആകാത്ത അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന് അല്ലെങ്കിൽ അവിടെയുള്ള നല്ല ഡോക്ടേഴ്സിന് കറക്റ്റായിട്ടുള്ള പേഷ്യൻസിനെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തോടാണ് സ്റ്റാർട്ട് ചെയ്തത്.
ഇപ്പോൾ എന്താണ് പേഷ്യൻസ് ഒരു പ്ലാൻഡ് സർജറി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഹെരണ്യ ഉണ്ടെങ്കിൽ നിങ്ങൾ മൈക്കെയറിൽ വരുന്നു, മൈക്കെയറിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നു, ഹെരണ്യ ചൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ട സിറ്റി ഏതാണ്, സൗത്ത് ഇന്ത്യയിലെ എല്ലാ സിറ്റിയിലും ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ട സിറ്റി ഏതാണെന്ന് ചൂസ് ചെയ്യുന്നു. ഞങ്ങളുടെ ടീം 5 മിനിറ്റ് കൊണ്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും നിങ്ങളെ ആദ്യം കൗൺസിൽ ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യങ്ങളും പകുതിയും മുക്കാലും പേര് അവർ ഓൾറെഡി ഈ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അവർ എന്തുകൊണ്ട് ഈ സർജറി ഇതുവരെ ചെയ്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കും. ഫിനാൻഷ്യൽ പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ ഏത് ഡോക്ടറാണെന്ന് അറിയാതെ കൺഫ്യൂസ് ആയി നിൽക്കുവാണോ, അതോ സർജറി എന്ന് പറയുന്നത് പേടിച്ച് നിൽക്കുവാണോ, അതോ പൈസയില്ല, ഇതെല്ലാം മനസ്സിലാക്കി അവർക്ക് അവരെ കൂടുതൽ ലിസൺ ചെയ്യുക, അവരുടെ മനസ്സിലുള്ള പേടിയെല്ലാം മാറ്റുക ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എൻപാനൽഡ് ആയിട്ടുള്ള ഈ ഹോസ്പിറ്റലുകളിലെ മൈക്കെയർ പാർട്ട്നേർഡ് ഹോസ്പിറ്റലുകളിലെ നല്ല ഡോക്ടേഴ്സ്, ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള സർജൻസിനെ മാത്രമേ ഞങ്ങൾ ഓൺബോർഡ് ചെയ്തുള്ളൂ. ഞങ്ങൾക്ക് ആ സിറ്റിയിലുള്ള ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഹെരണ്യയുടെ ഡോക്ടർ, ഹെരണ്യയ്ക്കാണല്ലോ പേഷ്യൻ്റ് വന്നത്, ആ ഡോക്ടറിന് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ഡോക്ടറാണ്. അപ്പം ഈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ പേഷ്യൻറ്റിന് ഓൺലൈനിൽ സംസാരിക്കണം, അല്ലെങ്കിൽ നേരിട്ട് പോയി സംസാരിക്കണം. അപ്പോൾ അതിനുള്ള അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളായിരിക്കും ടേക്ക് കെയർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി പേഷ്യൻറ്റിന് സർജറി കൺഫേം ആയെന്ന് വിചാരിച്ചു, ഈ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ നമ്മൾ അന്ന് രാവിലെ നമ്മുടെ ക്യാബ്, നമ്മുടെ ഒരു ടീം അവിടെ ചെല്ലും, പേഷ്യൻറ്റിനെ പിക്കപ്പ് ചെയ്യും. ഇൻഷുറൻസ് സർജറിയുടെ അന്ന് ആ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ ചെല്ലും. 2, ഈ പേഷ്യൻറ്റിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങും ഇഞ്ഞൊന്നും ഓടി നടക്കണ്ട, നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ നമ്പർ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. ഫുൾ കാര്യങ്ങളും നിങ്ങളുടെ ഇൻഷുറൻസിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ഞങ്ങളായിരിക്കും നോക്കുന്നത്. നിങ്ങളപ്പം ഞങ്ങൾ കണക്ട് ചെയ്ത ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളാണ് ഓടാൻ പോകുന്നത്. നിങ്ങൾ വീട്ടിൽ വന്ന് പിക്കപ്പ് ചെയ്തു, നിങ്ങളുടെ ഇൻഷുറൻസ് പേപ്പർ നോക്കി, നിങ്ങളുടെ ഇൻഷുറൻസ് കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്തിരുന്നു. ഈവൻ നിങ്ങൾക്ക് ഇപ്പം സർജറി അത്യാവശ്യമാണ്, എന്നാൽ കയ്യിൽ അത്രയും പൈസ ഇല്ല, 0 കോസ്റ്റ് EMI എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് EMI അറേഞ്ച് ചെയ്ത് തരുന്നു. നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൈസ് ഞങ്ങളിൽ കൂടെ വരുന്ന ഫിക്സഡ് ആയിരിക്കും. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പ്രൈസ് കിട്ടാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഒരേ ആവശ്യത്തിന് 10 പേര് ചെന്ന് കഴിഞ്ഞാൽ 10 ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ആയിരിക്കും. പക്ഷേ മൈക്കെയറിൽ ആ ട്രീറ്റ്മെൻറ്റിന് ഫിക്സഡ് പ്രൈസ്. നിങ്ങളോട് എന്തുകൊണ്ടാണ് ഏത് ഹോസ്പിറ്റലായാലും മൈക്കെയർ പാർട്ട്നറുടെ ഏത് ഹോസ്പിറ്റലായാലും ആ സർജറിക്ക് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. അപ്പം ഈ കസ്റ്റമറിന് അറിയാം ഇത് എത്ര വരെ പോകാം, എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡഡ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പേഷ്യൻറ്റിനോട് മുൻകൂട്ടി പറഞ്ഞ് വാട്സപ്പിൽ കൂടെയും അതിന് വേണ്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോം ഡീറ്റെയിൽസും എന്തൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നുള്ള എല്ലാ കാര്യങ്ങളും അതിന് മുമ്പ് അറിയിക്കും. പിക്കപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ വന്നു, നമ്മുടെ ഒരാൾ കൂടെ കാണും. ഈ 12 സിറ്റിയിലും സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ അതേ ഭാഷ സംസാരിക്കുന്ന ഒരാൾ കൂടെ കാണും. ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ തമിഴ് സംസാരിക്കുന്ന ഒരാൾ കൂടെ കാണും. കൂടെ ഹോസ്പിറ്റലിൽ സർജറി തീരുന്നിടം വരെ ഞങ്ങളുടെ ഒരാൾ കൂടെ. കാരണം നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചാണ് വന്നേക്കുന്നത്, ഞങ്ങളാണ് നിങ്ങളുടെ കാര്യം നോക്കേണ്ടത്. സർജറി കഴിഞ്ഞു, ഡിസ്ചാർജായി, നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ കോസ്റ്റിലായിരിക്കും ഡിസ്ചാർജ് നടക്കുന്നത്. ഇൻഷുറൻസിൻ്റെ പ്രീ അപ്രൂവലും കാര്യങ്ങളും എല്ലാം നമ്മളായിരിക്കും ക്ലിയർ ചെയ്ത് വിടുന്നത്. ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് നെക്സ്റ്റ് 2 മന്ത് ഞങ്ങൾ നിങ്ങളെ ഫോളോ അപ്പും ചെയ്യും ഫ്രീ ആയിട്ട്. നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇനിയും പ്രശ്നമുണ്ടോ. സോ ഞങ്ങളൊരു ഹോസ്പിറ്റൽ ഇല്ലാതെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ആകാനാണ് നോക്കുന്നത്. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോളോ ഹോസ്പിറ്റൽ 10,500 ബെഡുണ്ട്. ആ ബെഡിൻ്റെ കണക്കിലാണ് അതൊരു വലിയ ഹോസ്പിറ്റലാണെന്ന് പറയുന്നത്. 10,800 ബെഡുള്ളതുണ്ട്. മണിപ്പാൽ ഹോസ്പിറ്റൽ 10,500 ബെഡുള്ളതുകൊണ്ട് അത് 2ാമത്തെ ഹോസ്പിറ്റൽ ഗ്രൂപ്പാണെന്ന് പറയുന്നത്. ഈ ചെറിയ 80% ഈ ഹോസ്പിറ്റലുകളിലെ ബെഡുകൾ മാത്രം കൂട്ടിയാൽ ഞങ്ങൾക്കൊരു 2 ലക്ഷം 3 ലക്ഷം ബെഡുകളോളം കിടപ്പുണ്ട്. ഈ ബെഡുകൾ ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടേഴ്സും ഉണ്ട്, ഈ ബെഡുകൾ ഞങ്ങൾ ഏറ്റെടുത്ത് ഈ ബെഡ് മൈക്കെയർ സ്റ്റാൻഡേർഡിലോട്ട് ഇവൻച്വലി ആക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബെഡുള്ളവർ ഞങ്ങളായിരിക്കും. അപ്പം പേഷ്യൻസ് ഞങ്ങളെ വിശ്വസിച്ചായിരിക്കും വരുന്നത്. ഏത് സിറ്റി പോയാലും ഒരേ സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഒരേ പ്രൈസ് ആയിരിക്കും, ഫുൾ കാര്യം നോക്കുന്ന ഞങ്ങളായിരിക്കും. ഇതുവരെ ഈ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പം ഇതിനകത്തൊരു വേർഡുണ്ട്, കെയർ എന്ന്. സാധാരണക്കാരന് ഈ കെയർ മിസ്സിംഗ് ആണ്. ഈ കെയർ തിരിച്ച് ഹെൽത്ത് കെയർ വെക്കാനാണ് ഞങ്ങളുടെ ഒരു പോരാട്ടം. അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അതിനുള്ള യാത്രയിലാണ്. തകർന്നു പോയി, പിച്ച് കേട്ടിയാൽ തകർന്നു പോയി. ഇത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് തരാൻ ആഗ്രഹമുണ്ട്. അല്ല, ഇതിൽ എന്താ വെച്ചാൽ ഞാൻ കേട്ടപ്പോൾ തോന്നി ഹോസ്പിറ്റലിൽ സാധാരണ ഹോസ്പിറ്റലിൽ പോയി കെയർ വലിയൊരു ഇതാണ്. വലിയ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അവിടെ സ്വീകരിക്കാനും നമുക്ക് ഹോസ്പിറ്റാലിറ്റി തരാൻ കുറേ ആൾക്കാരുണ്ട്. ചെറിയ ഹോസ്പിറ്റലിൽ പോയത് എവിടെ ചോദിക്കണം, ആരോട് ചോദിച്ചാൽ എവിടെ എത്തണം, നമ്മളേതോ അവിടുത്തെ ഒരു ഔദാര്യം പോലെ ആയിരിക്കും നടക്കുന്നത്. നമ്മൾ ഒപിക്ക് വെയിറ്റ് ചെയ്യുന്നു, എപ്പോൾ ഡോക്ടർ വരുമെന്ന് അറിയത്തില്ല, നമുക്ക് ചോദിക്കാൻ പോലും ആരോട് ചോദിക്കണമെന്ന് അറിയത്തില്ല. ഇൻഷുറൻസ് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അടുത്തിടെ ഒരു ഡെലിവറി പാർട്ട്ണർ
ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനിയിലെ പാർട്ട്ണർ. പുള്ളിക്ക് പൈൽസ് ഉണ്ടായിരുന്നു. 6 മാസത്തോളം ഈ പൈൽസ് വെച്ചുകൊണ്ടാണ് പുള്ളി റൈഡ് ചെയ്യുന്നത്. ഈ പുള്ളിക്ക് ഒരു 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ഉണ്ട്. ഇത് വെച്ചാലും ഇയാൾക്ക് ഒന്ന് പേടിയാണ്, എവിടെ ഇതുകൊണ്ട് പോകണം. 2, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് റൈഡ് ചെയ്യുന്നതാണ്, ഇരുന്നാണ് ട്രാവൽ ചെയ്യുന്നത്. ഞാൻ ഈ സർജറി ചെയ്താൽ എനിക്കിനി ഇരിക്കാൻ പറ്റുമോ, ഞാനിനിയും അല്ലെങ്കിൽ മരിച്ചു പോകുമോ, ഇങ്ങനെയുള്ള കുറേ പേടി കാരണം പുള്ളി സർജറി ചെയ്യുന്നില്ല. ഒരു സൈഡ് ചരിഞ്ഞ് ബൈക്കിൽ ഇരുന്നാണ് ഈ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലഡ് ലീക്ക് ആകുന്ന സിറ്റുവേഷനായിട്ട് പോലും. ഇതിനെക്കാട്ടിലും ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ സർജറിക്ക് വേണ്ടി മൈക്കെയറിൽ കണക്ട് ചെയ്തു. ഈ ഇൻഷുറൻസിൻ്റെ പേപ്പർ മേടിച്ചിട്ട് ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിൽ ചോദിച്ചപ്പം അവർക്ക് അതിനകത്തൊരു ക്ലോസ് ഉണ്ട്. ഈ അഡ്മിറ്റ് ആകുന്ന ദിവസം രാവിലെ പുള്ളി റൈഡ് ചെയ്താൽ മാത്രമേ അന്നത്തെ ദിവസം ഇൻഷുറൻസ് വാലിഡ് ഉള്ളൂ. അതാണ് ഞങ്ങളും അത്ഭുതം. ഇത് ഈ പുള്ളി ഈ 6 മാസം വേദന സഹിച്ചതും പോരാ, ഇന്നൂടെ നിങ്ങൾ സഹിച്ചാൽ മാത്രമേ. അവർ നോക്കിയപ്പം കുറേ പേര് റൈഡ് ഓടുന്നുണ്ട്. അന്ന് അയാൾ റൈഡ് ഓടിയെങ്കിൽ മാത്രമേ അയാളുടെ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യാവുന്നൊരു ചിന്തയിലായിരിക്കും അവർ ഇൻഷുറൻസ് കൊടുത്തത്. പക്ഷെ തിരിച്ചും നോക്കി, ഇന്ന് ഒരു 6 മാസം പുള്ളി ഓടി, ഇന്നലെയും കൂടെ ഓടി. പക്ഷേ ഇന്ന് അതിനുവേണ്ടി സർജറിക്ക് പുള്ളിക്ക് അഡ്മിറ്റ് ആകാൻ പറ്റത്തില്ല, കാരണം ഇന്ന് രാവിലെ ഓടിയിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഇൻഷുറൻസ് വാലിഡ് അല്ല. ഇതിനു വേണ്ടി ഇത് സാധാരണക്കാരനായ ഇദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആരാണ് ഇതിനു വേണ്ടി സംസാരിക്കാൻ പോകുന്നത്? വലിയ ഹോസ്പിറ്റലിൽ പോട്ടെ, ചെറിയ ഹോസ്പിറ്റലിൽ പോട്ടെ, വലിയ ഹോസ്പിറ്റലിൽ പോയാൽ അവരെന്തോ ഒറ്റ കാര്യം പറയത്തുള്ളൂ, ഇത് കവേഡല്ല, ഇത്ര പറയത്തുള്ളൂ. ഇതുകൊണ്ട് ഇദ്ദേഹം ഇനിയും 6 മാസം ചിലപ്പം നടന്നിരിക്കും. പിന്നെ ഹോസ്പിറ്റലിലെ കോണ്ടാക്ട് വേണം, അങ്ങനെയാണ് മാത്രം നടക്കും. അത് പറ്റത്തുള്ളൂ. അതെന്തായാലും ഈ സാധാരണക്കാരന് ഉണ്ടാവുമല്ലോ. സോ ഇപ്പം ഇങ്ങനെയുള്ള കഥകൾ ഓരോ ദിവസവും 1000 കഥകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിപ്പോൾ ഈ ഡെലിവറി ബോയുടെ കഥ, ഡെലിവറി ബോയുടെ കഥ ഒന്ന് പറഞ്ഞ് ഇതുപോലെ എല്ലാ ദിവസവും ഓരോ കഥകളാണ്. ഈ കഥകളെന്ന് പറയുന്നത് ഓരോ ജീവിതങ്ങളും മാറ്റിമറിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഹെൽത്ത് കെയറിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ഇൻഡസ്ട്രിയിലായാലും അവർ സന്തോഷത്തോടായിരിക്കും ചെല്ലുന്നത്. അവർ ഒന്നുകൂടെ സന്തോഷമാക്കാൻ ഭയങ്കര സുഖമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ വണ്ടർലായി പോയി, അവർ സന്തോഷമാണ്, അവർ ഒന്നുകൂടെ ഒന്ന് ഹാപ്പി ആക്കണം. പക്ഷേ ഹെൽത്ത് കെയറിൽ അവരെപ്പോഴും ഉണ്ടല്ലോ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, പെയിൻഫുൾ ആയിരിക്കും, അവർ വിഷമത്തിലായിരിക്കും, ഭയങ്കര വറിയിലായിരിക്കും. ഈ ആൾക്കാരെ ഒന്ന് ചിരിച്ച് കാണാൻ ഇച്ചിരി പാടാം. അവരെ ചിരിച്ച മുഖം അവിടെ വിടുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യം തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ പേഷ്യൻസിന് വേണ്ടി മില്യൺസ് ഓഫ് സ്മൈൽ ഞങ്ങൾക്ക് കാണണമെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ഡെലിവറി പാർട്ട്ണറിൻ്റെ കഥ പറഞ്ഞ പോലെ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ആണ് ഞങ്ങൾ ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ സാധാരണക്കാരുടെ ഒരു ഹോസ്പിറ്റൽ ചെയിൻ മൈക്കെയർ എന്ന് പറഞ്ഞാൽ എൻ്റെ കെയർ, അത് നിങ്ങളുടെ കെയർ എൻ്റെ കയ്യിലായിരിക്കും. ആ പേരിട്ടപ്പം തന്നെ ഞങ്ങളതായിരുന്നു മൈക്കെയർ ഹെൽത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ ചെയിൻ ആകണം. അതും സാധാരണക്കാരന് വേണ്ടി അവന് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടുകയും വേണം. അവന് മറ്റുള്ള വലിയ ഹോസ്പിറ്റലിൽ പോകുന്നതിനെക്കാട്ടിലും 30-40% പ്രൈസും കുറവായിരിക്കും. എന്നാൽ അവിടെ കിട്ടാത്ത എക്സ്പീരിയൻസും ആയിരിക്കും, എല്ലാത്തിനും നല്ല ക്ലാരിറ്റിയും ആയിരിക്കും. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഞങ്ങളിപ്പം സൗത്ത് ഇന്ത്യയിലെ എല്ലാ സിറ്റിയിലും ഉണ്ട്. കേരളത്തിൽ ഇപ്പം ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മറ്റുള്ള സിറ്റിയിൽ ഇപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലായിടത്തും നമുക്ക് ഓൺ ഗ്രൗണ്ട് സ്റ്റാഫ് സിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട് മലപ്പുറമാണ്. മലപ്പുറത്ത് നിന്ന് എൻ്റെ വീട്ടുകാർക്ക് ഇത് കോൺടാക്ട് ചെയ്താൽ മലപ്പുറം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. കാലിക്കറ്റ് സിറ്റിയിലും ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഊബർ നോക്കാം. ഊബർ എല്ലായിടത്തും ഇല്ലല്ലോ. ഊബർ തുടങ്ങുന്നത് എവിടെയാണോ അവിടെ കാണുന്നു പറഞ്ഞ പോലെ എവിടെയാണോ ഇപ്പോൾ മൈക്കെയർ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട് മറ്റുള്ള സിറ്റിയിൽ നിന്ന്. ഇന്ന് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കേരളത്തിൻ്റെ ഒരു വലിയ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100 കിലോമീറ്ററിൽ നിന്ന് ഒരാൾ ഇന്ന് കൊച്ചിയിൽ ഞങ്ങളിൽ കൂടെ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്മിറ്റായി ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആവുക. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുള്ളിയെ കാണാനും പോകുന്നുണ്ട്. സോ അപ്പം അദ്ദേഹത്തിന് ആ ഒരു സർജറിക്ക് വേറെ എവിടെ പോകണമെന്ന് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കഥകളാണ് എല്ലാ ദിവസവും ഉള്ളത്. അതുണ്ട്. അതെല്ലാവർക്കും സർജറി എന്നുള്ള കേസ് വരുമ്പോൾ എപ്പോഴും എല്ലാവർക്കും പേടിയാണ്. ആ ഒരു റിസൾട്ട് എന്ത്, പിന്നെ ഏത് ഡോക്ടർ, ഈ 2 കാര്യം. അത് ഈവൻ ഇന്ത്യയിലൊരു സ്റ്റഡി ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ 100 പേരോട് സർജറി പറഞ്ഞാൽ 70 പേര് സർജറി ചെയ്യത്തില്ല. കാരണം അതാ ഒരു സ്റ്റഡി ഉണ്ട്. കാരണം അവർ ഫിയർ കൊണ്ട് അത് മാറ്റി വെച്ചേക്കും. കാരണം ഇപ്പോൾ എനിക്കിപ്പം ഒരു ACL ഉണ്ടെങ്കിൽ പെയിൻ മാറുമ്പം ഞാൻ പിന്നെ അതുകൊണ്ട് അങ്ങ് നടക്കും. അല്ല എനിക്കൊരു ഹെരണ്യ ഉണ്ടെങ്കിൽ അത് പെയിനായി അത്ര സഹിക്കാൻ വയ്യെങ്കിൽ മാത്രമേ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകത്തുള്ളൂ. പെയിൻ അങ്ങ് നിർത്തി, പെയിൻ തീർന്നെന്ന് വിചാരിച്ചു. ഹെരണ്യുണ്ട് പക്ഷെ പെയിൻ തീർന്നെന്ന് വിചാരിച്ചു. അയാൾ പിക്ചറോടെ. പക്ഷെ അത് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രോബ്ലംസ് വേറെ ഇതാണ്. അത് ബേസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലോട്ടും അത് പോകും. സോ അപ്പോൾ അങ്ങനെയുള്ള കഥകളാണ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറേ സന്തോഷം കാണാല്ലേ. ഡെയിലി നമ്മൾ തുടങ്ങിയപ്പോൾ ഒരിക്കലും ഇത്രയും
ഇത് പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആ ഒരു പ്രോബ്ലം കണ്ടു. പ്രോബ്ലം ഹോസ്പിറ്റലിന് കൂടുതൽ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും കൂടുതൽ പേഷ്യൻ്റ് കിട്ടണം, എന്നാൽ പേഷ്യൻസിന് ഫുൾ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുവാൻ വേണം. ഇതായിരുന്നു നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഡെയിലി ഒരു 15-20 സർജറീസോളം സർജറി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ എടുത്ത് ഒരു മാസം ഒരു 300 ഡിസ്ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 300 അഡ്മിഷൻ ആയിരിക്കും ഒരു ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ ഒരു മാസം 500-600 അഡ്മിഷനും ഡിസ്ചാർജ് നടക്കുന്നുണ്ട് ഒരു മാസം. അപ്പോൾ ഞങ്ങളിപ്പോൾ നാളെ ഒരു ഹോസ്പിറ്റൽ കൊച്ചി തുടങ്ങുവാണെങ്കിൽ പോലും അത് ഫില്ല് ചെയ്യാനുള്ള പേഷ്യൻസ് ഇപ്പം നമ്മളുണ്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ഒരു നെക്സ്റ്റ് ഒരു 4-5 വർഷം ഇന്ത്യയിൽ ഈ വർഷം ഞങ്ങൾ എയിം ചെയ്യുന്നത് അടുത്ത ഡിസംബറിൽ ഒരു 1500-2000 സർജറി ഒരു മാസം ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത്. സോ ഇവൻച്വലി ഒരു 2 വർഷത്തെ ഒരു 1 lakh സർജറി ഉള്ള കണക്കിലോട്ടാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എടുത്താൽ പോലും അതൊക്കെ ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരു 20 വർഷം എത്തിയിട്ടുള്ള നമ്പറുകളാണ്. സോ അതാണ്. ടീമിൽ എത്ര പേരുണ്ട് അപ്പോൾ? ഇപ്പോൾ ഒരു 160 പേരോളം ഉണ്ട്. ഈ മൊത്തം ഈ സൗത്ത് ഇന്ത്യ ഓഫീസിൽ ഒരു 80 പേരോളം കാണും. ഓഫീസ് മെയിനായിട്ട് എവിടെയാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൊച്ചിയിൽ, അവിടെയാണ് മെയിനായിട്ട് നമ്മുടെ ഓഫീസ് ഉള്ളത്. ബാക്കി എല്ലാവരും സിറ്റി ടീമെല്ലാം സിറ്റീസിലായിരിക്കും ഉള്ളത്. ഓക്കെ. അവരൊക്കെ ഹോസ്പിറ്റലിൽ ഈ പേഷ്യൻസ് സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ അവർ പേഷ്യൻസിന്റെ കൂടെ നിൽക്കുന്നവരായിരിക്കും. അവരായിരിക്കും മറ്റ് സിറ്റീസിലുണ്ടാവുക. എല്ലാ സിറ്റിയിലും ഇപ്പോൾ കൊച്ചിയിൽ നമുക്ക് ആളുണ്ട്. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പേഷ്യൻസിൻ്റെ അടുത്ത് അവരുണ്ട്. അവരുടെ ഡിസ്ചാർജ് പ്രോസസ്സും നമ്മൾ പ്രോമിസ് ചെയ്ത എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കുന്നു നോക്കുന്നു. ഞങ്ങളുടെ വെർച്വലായിട്ട് ഓഫീസിൽ ഇരിക്കുന്ന ടീം അവർ ഓഫീസിൽ ഇരുന്ന കാര്യങ്ങൾ നോക്കുന്നു. മറ്റുള്ള 12 സിറ്റിയിലെ അല്ലെങ്കിൽ 5 സ്റ്റേറ്റിലെയും കാര്യങ്ങൾ അവർക്ക് കാണാനുള്ള ഡാഷ്ബോർഡുകളും ടെക്നോളജിയും പ്ലാറ്റ്ഫോമുകളും എല്ലാം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പേഷ്യൻറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റും നമുക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ കാരണം നമ്മുടെ ഓൺ ഗ്രൗണ്ടിലുള്ള സ്റ്റാഫിന് ഞങ്ങളുടെ ഒരു ആപ്പുണ്ട്. ആ പേഷ്യൻറ്റ് വന്നെങ്കിൽ അവർ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യും. പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആകുമ്പോൾ ബില്ലുകൾ അപ്ഡേറ്റ് ചെയ്യും. സോ എല്ലാ സ്റ്റാറ്റസും എല്ലാ 12 സിറ്റിയിലും കണക്റ്റഡ് ആണ്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓഫീസിൽ ഇരുന്ന് അറിയും. അവരനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾറെഡി ഒരു ഓപ്പറേഷൻ സർജറി പറഞ്ഞിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അവർ ഏത് ഹോസ്പിറ്റലിൽ ചോദിക്കുന്നതിനേക്കാളും എന്തായാലും കോസ്റ്റ് കുറവായിരിക്കും നിങ്ങളടുത്ത് വന്നാൽ? ഉറപ്പായിട്ടും 30-40% വരെ കുറവായിരിക്കും. ഈവൻ അവരിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു എക്സ് എന്നുള്ള ഹോസ്പിറ്റലാണെന്നിരിക്കും, അവിടെ ഓൾറെഡി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇല്ലായിരിക്കും? ഇല്ല, അങ്ങനെയല്ല. മൈക്കെയർ പാർട്ട്നേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും. അവിടെ അവർ പോകുന്നത് ഡയറക്റ്റ് പോകുന്നത് നിങ്ങൾ വഴി പോകുന്ന നല്ല വ്യത്യാസം തന്നെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അതിനുള്ളൊരു ഫിക്സഡ് പാക്കേജ് ഇല്ലല്ലോ. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ഇതിന് 100 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് തന്നെ കിട്ടുന്നത്, അങ്ങനെ ഒരു പ്രൈസ് ഇല്ലല്ലോ. ഒരു MRP സിസ്റ്റം ഇല്ലല്ലോ ട്രീറ്റ്മെൻറ്റിൽ. ഓരോരുത്തരോട് ഓരോ പ്രൈസിങ് ആയിരിക്കുമല്ലോ പറയുന്നത്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സർജറി എടുത്തു കഴിഞ്ഞാൽ ഹെരണ്യ ഞങ്ങൾ 100ഓളം സർജറീസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഹെരണ്യ സർജറി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വരാം, എത്ര രൂപ ആകാം, ഇതൊക്കെ ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് കൂടുതൽ അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ 30% ഡിസ്കൗണ്ടോട്ട് പോയി. ഡിസ്കൗണ്ട് അല്ല, മറ്റുള്ള കോസ്റ്റിനേക്കാളും കുറവായിരിക്കും നമുക്ക്. അപ്പോൾ കുറവിലോട്ട് പോയി. അപ്പോൾ പിന്നെ ഈ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കാൻ നമ്മുടെ സ്റ്റാഫ് അവിടെ വേണം. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു കസ്റ്റമർ നമുക്ക് പ്രോഫിറ്റ് വരും. കാരണം നമുക്ക് അസറ്റ് ഇല്ലല്ലോ, അസറ്റ് ഇല്ലല്ലോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ല. സോ നമുക്കിപ്പം ഊബറിന് കാറില്ല, ഡ്രൈവർ ഇല്ല. ആ ടെക്നോളജി എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മുടെ ജോലി. ആ ടെക്നോളജി എക്സ്പീരിയൻസ് അവിടെ അസറ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്, ബെഡ് അവിടെ ഉണ്ട്, ഡോക്ടേഴ്സ് അവിടെ ഉണ്ട്. നമുക്ക് ആകെ നോക്കേണ്ടത് കസ്റ്റമറിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിനെക്കാട്ടിലും ഒരു 5 സ്റ്റാർ അവരെ കൊടുക്കുന്നെങ്കിൽ നമുക്കൊരു 10 സ്റ്റാർ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രൈമറി മോട്ടീവ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹെർണിയുടെ സർജറിയാണ് ഏകദേശം എത്ര പ്രൈസ് വരും? ഏകദേശം റേഞ്ച് വരെ ഹെർണി ആണെങ്കിൽ ഒരു 80,000 റേഞ്ചിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കമ്പനി പ്രോഫിറ്റിലോട്ട് വരാൻ പറ്റും? ഉറപ്പായിട്ടും. ഇതല്ല ഹെരണ്യ പല രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ പറയാം, ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യാം, ഓപ്പണായിട്ട് ചെയ്യാം. അല്ല കീ ഹോൾ സർജറീസ് എന്ന് പറയും. കീ ഹോളായിട്ട് ചെയ്യുന്ന സർജറീസ് ഉണ്ട്, അല്ലെങ്കിൽ മൊത്തം ഓപ്പൺ ചെയ്യുന്ന സർജറീസ് ഉണ്ട്. അപ്പം പലതിനും പല റേറ്റ് ആയിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും പേഷ്യൻസിന് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി മാത്രമേ ചെയ്യത്തുള്ളൂ. ഏറ്റവും ഹൈലി സ്കിൽഡ് ഡോക്ടേഴ്സ്. കാരണം ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ ഞാൻ പറയാം, കൊച്ചിയിലെ ഒരു വലിയ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. കൂടുതൽ ഹെർണിയ ചെയ്ത ആൾക്കാർ ഏറ്റവും ബെറ്റർ ഏതാണെന്നുള്ളത് പേഷ്യന്റ് ഫീഡ്ബാക്ക് നല്ല ഡോക്ടറെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഊബർ കാർ കിട്ടുന്ന പോലെ. അതെ, നിങ്ങൾക്ക് ഈ ഡോക്ടറിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന്. അപ്പം നിങ്ങൾ കൊച്ചി മാറ്റിയേരെ, വേറൊരു സംസ്ഥാനം എടുത്തു, വേറൊരു ജില്ല എടുത്തു, ആലപ്പി. എല്ലാ ഡോക്ടേഴ്സും ഓൺലൈനിൽ കാണുന്നില്ല. അപ്പോൾ അയാൾ എന്ത് പഠിച്ചു, ആ ഡോക്ടർ എന്ത് പഠിച്ചു,
അദ്ദേഹത്തിന് എത്ര പേരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഈ ചെയ്ത പേഷ്യൻസിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതിൻ്റെ പിയർ ഗ്രൂപ്പിലുള്ള ഡോക്ടേഴ്സ് ഈ ഡോക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് അന്വേഷണം നടത്തിയിട്ടാണ് നിങ്ങൾ എന്നിട്ട് ഓൺബോർഡ് ചെയ്തുള്ളൂ. ഒരു ഡോക്ടേഴ്സ് മൈക്കറി വരണമെങ്കിൽ പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ മേടിച്ച് വെരിഫൈ ചെയ്ത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ആ ഡോക്ടേഴ്സിനെ ഓൺബോർഡ് ചെയ്തു. നിങ്ങളുടെ കൂടെ കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഒരു 80ഓളം ഡോക്ടേഴ്സ് 12 സിറ്റിയിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ഈ ഐഡിയയിലോട്ട് വന്ന്, അതായത് ഇപ്പോൾ നിങ്ങൾ ഇതിന് മുന്നെന്തോ വർക്കിംഗ് ആയിരുന്നു പറഞ്ഞു, അപ്പോൾ വർക്കിംഗ് വിട്ട് ഒരു ജോബ് കിട്ടിയത് ഇതിലോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇതിലോട്ട് വന്ന ആ ഘട്ടം പറയും. ആ ഘട്ടമാണ് പലർക്കും ഒരു പേടിക്കണേയും അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പേടിക്കണ സമയം, അല്ലെങ്കിൽ സാലറി കയ്യിലില്ലാത്ത ഇല്ലാത്ത അവസ്ഥ സിറ്റുവേഷൻ വരുമോ, ആകെ കൊടുങ്ങി പോകുന്നുള്ള അവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് മാരേജും കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഫാമിലി ഉണ്ട്, അപ്പോൾ ഓട്ടോമാറ്റിക് നല്ല പേടിയായിരിക്കും. അപ്പോൾ ആ ഒരു കഥയാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അല്ല, ഇതെൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് അല്ല. നമ്മൾ ഒരു ലാർജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് കുറേ നാളായിട്ട് നമ്മളൊരു യാത്രയിലായിരുന്നു. ആ ഒരു യാത്രയിൽ ഇതിനിടയ്ക്ക് നമ്മൾ 2 സ്റ്റാർട്ടപ്പ് ചെയ്തു. ആ സ്റ്റാർട്ടപ്പുകൾ അതിൽ നിന്ന് കിട്ടിയ അറിവും വിസ്ഡത്തിൽ കൂടെ നമ്മൾ നടന്നപ്പോൾ ഈ ഒരു ഐഡിയ കേട്ട് നമുക്ക് മനസ്സിലായപ്പം ഇതിനൊരു വലിയ സ്കെയിലുണ്ടെന്ന് മനസ്സിലായി. ഇന്ത്യ പോലെ 2 സ്റ്റാർട്ടപ്പ് എന്തിൻ്റെയൊക്കെയായിരുന്നു? സോ എനിക്ക് കമ്പനി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിടത്ത് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഈ ബിസിനസ് എന്താണ്, സ്റ്റാർട്ടപ്പ് എന്താണെന്ന് നമുക്കറിയത്തില്ല. സ്റ്റാർട്ടപ്പിൻ്റെ വേർഡ് എന്നുള്ള മീനിങ് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ചെന്നൈയിലായിരുന്നു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ അറിയാവുന്നത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള എന്താണോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ എല്ലായിടത്തും കോഫി ഷോപ്പ് ഭയങ്കരമായിട്ടുണ്ട്. കഫേ കോഫി ഡേ അല്ലെങ്കിൽ ഫിൽറ്റർ കോഫി, എല്ലായിടത്തും നോക്കിയാൽ കോഫി ഭയങ്കര പ്രിയമാണ്. ചായ അത്ര പ്രിയം. നമുക്കറിയാവുന്ന കുറേ ചായ ഷോപ്പ് എന്ന് പറയുന്നത് നായർ ടീ ഷോപ്സുകളും കോർണറിലുള്ള കുറേ ടീ ഷോപ്സുകളും. അങ്ങനെയാണ് ചെന്നൈയിൽ ആദ്യമായിട്ട് ഇത് ഗ്രേറ്റ് ഇന്ത്യൻ ചായ എന്ന് പറഞ്ഞ് ഒരു ചായയുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതായിരുന്നു ആദ്യത്തെ ഇത്. അപ്പോൾ അത് ചായയോടുള്ള സ്നേഹമോ ഈ ഒരു വലിയ ബിസിനസ് തുടങ്ങണമെന്നുള്ള സ്നേഹമല്ല, എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. അപ്പം അതിലങ്ങ് തുടങ്ങി. അപ്പം നമുക്ക് മടിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ബിസിനസ് അങ്ങനെ ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു വലിയ ഐഡിയ എനിക്ക് കിട്ടണം, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട്, അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു നല്ല പ്രോബ്ലം കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ എന്താണ് ഒരു ബിസിനസ് തുടങ്ങണം, എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ പൈസ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തുടങ്ങുക. അത് കഴിയുന്നിടത്ത് വരുന്ന വെച്ച് അതിൽ നിന്ന് പാഠം പഠിച്ച് നമുക്ക് മുമ്പോട്ട് നീങ്ങാന്നുള്ള ഇതിൽ ചായയുടെ ഷോപ്പ്. അപ്പോൾ അതേ സമയത്ത് തന്നെ ചെന്നൈയിൽ അതൊരു 3-4 വർഷം മുമ്പ്. 4 വർഷം കൊണ്ടുപോയി? അല്ലല്ല, അത് 4 വർഷം മുമ്പ് തുടങ്ങി. അതൊരു 1 വർഷം 1.5 വർഷം 2016 അപ്പോൾ അത് എത്ര കാലം? ഒരു 1.5 വർഷം. ഓക്കെ. അത് അവസാനം ഡൗൺ ആയതോ? അല്ലല്ല, അത് ഞാൻ അപ്പോൾ തന്നെ എനിക്ക് ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഉണ്ടല്ലോ, അതൊരു സർക്കിളാണ്. ആ സർക്കിളിനകത്തോട്ട് നമുക്ക് കയറാനൊരു കാര്യമായി. നമുക്കൊരു സ്ഥാപനം ഇല്ലെങ്കിൽ ആ ഒരു സർക്കിളിലോട്ട് നമ്മൾ കയറത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സ്ഥാപനമുള്ള ആ ഒരു സർക്കിളിലോട്ട് കയറി. ആ സർക്കിളിൽ നമ്മൾ കുറേ സംസാരിച്ചപ്പം കുറേ നോളജ് ഷെയറിങ്ങും ആൾക്കാർ കമ്പനി ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അത് 1.5 വർഷമായപ്പോൾ മനസ്സിലായി ഇതൊരു സ്കെയിലബിൾ ബിസിനസ് അല്ല. അപ്പോൾ പിന്നെ മനസ്സിലായി 2 ടൈപ്പ് ബിസിനസ് ഉണ്ട്. ഒന്ന് വലിയ രീതിയിൽ സ്കെയിലാകാൻ പറ്റും, ഒന്ന് ബ്രിക്ക് ആൻഡ് മോട്ടറായിട്ട് ഒരു സ്ഥാപനം തുടങ്ങി അതിൽ നിന്നുള്ള വരുമാനം എടുത്ത് പിന്നെ അത് സ്കെയിലാകുന്നത്. സോ ചായക്കട എന്നുള്ളത് സ്കെയിലബിൾ അല്ല എന്നുള്ള ഒരു ഇതിലോട്ട് അല്ല, ചായക്കട സ്കെയിലബിൾ ആക്കാനുള്ള കാരണം ഞാൻ തുടങ്ങിയത് എനിക്ക് ചായയോടുള്ള ആഗ്രഹം കൊണ്ടല്ലല്ലോ, എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് പറയാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ എന്തോ വലിയ കാര്യങ്ങൾ എടുക്കുമ്പോഴും അതിനോട് നമുക്കൊരു വലിയ ആഗ്രഹം ഇല്ലെങ്കിൽ വലുതാവുമ്പം നമുക്കതിനോട് വെറുപ്പ് പോകുന്നു, ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം നേരത്തെ നിർത്തുക. അപ്പം എനിക്ക് മനസ്സിലായല്ലോ ബിസിനസ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഒത്തിരി പാഠം പഠിച്ചു. കാരണം ഒരു ചായയും ഞാൻ 2 ഷോപ്പ് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഈ നിങ്ങൾക്ക് 2 പേർക്ക് ഒരേ ഒരു പാല് തന്നിട്ടുണ്ടെങ്കിൽ 2 പേർക്കും പല കപ്പ്, ഒരാൾ 5 കപ്പ് ഉണ്ടാക്കാം, ഒരാൾക്ക് 10 കപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഷുഗർ ഒരാൾ ഇടുന്ന കണക്കായിരിക്കത്തില്ല മറ്റുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഗ്ലാസ് ചായ വിൽക്കണമെങ്കിൽ എത്ര രൂപ മേടിക്കാം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഒരു MBAക്ക് പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ലക്ഷങ്ങൾ കൊടുത്ത് MBA പഠിക്കുന്നതിനേക്കാളും നല്ലത് വെറും കുറച്ച് പൈസ ആയിട്ടൊരു ചായക്കട തുടങ്ങാമെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസവും മറ്റേതും തിയറിയും പ്രാക്ടിക്കൽ നോളജും രണ്ടും. അപ്പം അങ്ങനെ ഇതൊരു ലേണിംഗ് ആയിരുന്നു. രണ്ടാമത്തെ ബിസിനസ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ 13 വർഷം വർക്ക് ചെയ്തത് ഹെൽത്ത് കെയറിലാണ്. അപ്പോൾ ഹെൽത്ത് കെയർ തന്നെ എന്തെങ്കിലും തുടങ്ങാമെങ്കിൽ ഇച്ചുകൂടെ നമുക്കറിയാം ആദ്യം തന്നെ തുടങ്ങാമെങ്കിൽ. അപ്പം നോക്കിയപ്പം ഇതേ സമയത്ത് തന്നെ ഹൈദരാബാദിൽ എനിക്കറിയാവുന്നൊരു ഡോക്ടർ വെങ്കി എന്ന് പറഞ്ഞ്
ഡോക്ടറിൻ്റെ ഒരു ഫെർട്ടിലിറ്റി സെൻറ്റർ തുടങ്ങണമെന്ന് ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ അത് സംസാരിച്ചു. ഹൈദരാബാദിൽ ആ ഫെർട്ടിലിറ്റി സെൻറ്റർ, ഒരു IVF സെൻറ്റർ, ഫെർട്ടിലിറ്റി സെൻറ്റർ, ഒരു IVF സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഹോസ്പിറ്റൽ പോലെ IVF സ്പേസ് എടുത്തു സ്റ്റാർട്ട് ചെയ്തു. അപ്പം പക്ഷേ IVF സെൻറ്റർ ഇന്ത്യയിൽ ഒരു കുറേ സ്കെയിലബിൾ ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ അതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ആൾക്കാരിലോട്ട് എത്തിപ്പെടാനായിട്ടൊരു ഒരു തടസ്സം. കാരണം ഇവിടെ ഒരു അസറ്റുണ്ട്. ഈ അസറ്റ് എനിക്കിവിടെ ഇപ്പോൾ 10 പേഷ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പം 10-20 ആക്കണമെങ്കിൽ എനിക്ക് അസറ്റ് കൂട്ടണം. അല്ലെങ്കിൽ വേറൊരിടത്ത് എനിക്ക് പേഷ്യൻ്റ് വേണമെങ്കിൽ ഞാൻ അവിടെ പോയി അസറ്റ് തുടങ്ങണം. അപ്പോൾ അത് മനസ്സിലായി, ഇതൊരു അസറ്റ് ഡിപ്പെൻഡൻറ്റ് ബിസിനസ്സാണെന്ന് മനസ്സിലായി. അപ്പോൾ അതും സ്കെയിലബിൾ അല്ല, പക്ഷേ ബിസിനസ്സാണ്, നല്ലൊരു ബിസിനസ്. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഫാദറിനൊരു സർജറി വേണ്ടി വന്നത്. ഫാദറിൻ്റെ സർജറിക്ക് അപ്പം ഈ കോവിഡിൻ്റെ ഒക്കെ ഒരു ടൈമൊക്കെ വരുന്ന സമയത്തിന് അതിന് തൊട്ടടുത്ത സമയമായിരുന്നു. അപ്പം എനിക്ക് ഫാദറിനെ അങ്ങോട്ട് വലിയ ഹോസ്പിറ്റലിലോട്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാതെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാതെ തുടങ്ങി. ഞാൻ നാട്ടിലോട്ട് വന്നു. അതുമല്ല, ഇതൊരു പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സർജറി കൂടെ. അപ്പോൾ ഇതിനോട് ടൈമും ഇല്ല. ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി, രണ്ടാമതൊരു ഹോസ്പിറ്റലിൽ പോയി, മൂന്നാമതൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ മുമ്പ് എന്തൊക്കെയാണോ പ്രോബ്ലം ഒരു പേഷ്യൻറ്റിന് പറഞ്ഞത്, ഇതൊക്കെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഈ ഹോസ്പിറ്റലിൽ പോയി അനുഭവിച്ചിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അവിടെ കണ്ട് എൻ്റെ ഫാദറിന് മാത്രമല്ല, അവിടെ വെയിറ്റ് ചെയ്യുന്ന 1000-ഓളം പേഷ്യൻസ് അവർ ഇതേ പ്രോസസ്സിൽ കൂടെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അപ്പോൾ അതിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായി, കുറച്ചും കൂടെ പഠിക്കാൻ തുടങ്ങി, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ തുടങ്ങി. ഈ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി അപ്പം ഞാൻ പഠിച്ചു നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവിടെ എത്തത്തില്ല. സ്കെയിലബിലിറ്റി എന്താണെന്ന് മനസ്സിലാകുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ഓക്കെ. അപ്പം ഇപ്പൊ 2 പാഠം പഠിച്ചു. അസറ്റ് വേണ്ട, അസറ്റ് ഇല്ലാതെ അതുവരെ നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒക്കെ ഒന്നാണ്. എല്ലാരും പറഞ്ഞ പോലെ ഞാനും ചായക്കട തുടങ്ങിയാണ്, ഞാനും സ്റ്റാർട്ടപ്പ് തുടങ്ങി, ഞാൻ ഒരു IT കമ്പനി തുടങ്ങി, ഞാനും സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്ന് പറഞ്ഞു. എല്ലാവരും സ്റ്റാർട്ടപ്പാണ്. വലിയൊരു എക്സാമ്പിൾ ജില്ലറ്റിന്റെ ഷേവിംഗ് ക്രീം അല്ല മമ-എർത്ത്. ഇവർക്കൊന്നും സ്വന്തമായിട്ടല്ല ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അവർ പ്രോഡക്റ്റ്, അവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറീസ് ഇല്ല. സോ എവിടെയോ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആപ്പിൾ നോക്കാം, അവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് എത്ര ചൈനയിലൊക്കെ വെച്ച് ഉണ്ടാക്കി അവർ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. മമ-എർത്തിന് ബ്രാൻഡാണല്ലോ. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ മറ്റുള്ള ഇപ്പം മാനുഫാക്ചറിങ് ഫാക്ടറീസ് ആവശ്യത്തിനുണ്ട്. അവർക്ക് ആ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുത്താൽ പോരെ, എന്നിട്ട് ആ സാധനം എടുത്തിട്ട് അത് ബ്രാൻഡ് ആക്കിയാൽ പോരെ. സോ അതാണ് അസറ്റ് ലൈറ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പം ഊബർ, ക്യാബ് വേണ്ട, ക്യാബ് ആവശ്യത്തിനുണ്ടല്ലോ ഇന്ത്യയിൽ, ഡ്രൈവേഴ്സും ആവശ്യത്തിനുണ്ടല്ലോ, ഹോട്ടൽസ് ആവശ്യത്തിനുണ്ടല്ലോ. സോ എന്താണോ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ സ്കെയിലബിൾ സാധനം, ആ ഷിഫ്റ്റ് വലിയ സംഭവമാണ്. അത് ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒട്ടുമിക്ക ഫൗണ്ടേഴ്സിന് ചിലപ്പോൾ ആ സാധനം എത്താൻ ടൈം എടുക്കും. അല്ല, നമ്മൾക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണെന്നോ അതോ കേരളത്തിലാണെന്നോ എനിക്ക് പ്രത്യേകിച്ച് എടുത്തത്, പക്ഷേ ഇന്ത്യയിൽ ഞാൻ പൊതുവെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കുറച്ച് കിട്ടണം, ഇറക്കണം, എന്നിട്ടത് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സോപ്പിൻ്റെ ഇത് തുടങ്ങുന്ന സോപ്പിൻ്റെ ഫാക്ടറി എനിക്ക് ഇടണം ആദ്യം. അതാണ് ആദ്യം. ഇപ്പോൾ എൻ്റെ മൊത്തം പൈസ എടുത്ത് ഞാൻ ആ ഫാക്ടറി അങ്ങ് ഇടുക. ഇത് കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ ഇത് വിൽക്കാനുള്ള മാർക്കറ്റിങ്ങിന് എൻ്റെ പൈസ ഇല്ല. അതാണ് അവസ്ഥ ഇവിടെ. അപ്പോൾ അതെന്താ പറ്റും? നമ്മൾ അങ്ങനെ പോയി പിന്നെ ഈ ഫാക്ടറിൻ്റെ ആര് മേടിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞ് നോക്കിയിരിക്കുക. തിരിച്ചൊന്ന് എന്ത് ചെയ്യും, എനിക്ക് വേണ്ട സോപ്പ് ഇതാണ്. ഈ സോപ്പിന് എനിക്ക് എവിടെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഏറ്റവും ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എനിക്ക് ഉണ്ടാക്കി തരാൻ എത്രയോ ഫാക്ടറീസ് ഉണ്ട്. എനിക്ക് വേണ്ട പാക്കിങ് ചെയ്യാൻ ആൾക്കാരുണ്ട്, എനിക്ക് വേണ്ട ബ്രാൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞാൻ ആ പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതൊരു ബ്രാൻഡ് ആക്കിയിട്ട് മാർക്കറ്റിങ്ങിന് ഇട്ട് കൊടുത്താണിത്. എനിക്ക് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയല്ലോ. കസ്റ്റമേഴ്സ് ഒരു സ്കെയിൽ ആയി കഴിഞ്ഞിട്ട് എനിക്ക് ഫാക്ടറി ഇടുവോ ഇടാതിരിക്കുമോ? അപ്പം ആ സ്കെയിൽ എന്നുള്ളൊരു സംഭവം ഒരു വലിയ ഷിഫ്റ്റാണ്. നമ്മളെല്ലാവരും പോകുന്നത്, എല്ലാവരും ചിന്ത എന്താ പറയുക, എൻ്റെ ബിസിനസ് തുടങ്ങാൻ പൈസ വേണം, അതാണ് ആദ്യം ചിന്തിക്കുന്നത്. പിന്നെ ഈ സ്കെയിൽ കേൾക്കുമ്പോൾ ഇടയ്ക്ക് സ്റ്റാർട്ടപ്പ് ഫോണ്ടേഴ്സ് ആദ്യം ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഒറ്റയടിക്ക് തന്നെ ഒരുപാട് സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്കെയിൽ. അതൊക്കെയാണ് ചിന്തിക്കുന്നത്. സ്കെയിൽ എന്ന് പറയുന്നത് ഒന്ന്, നമുക്ക് എത്ര ആരിലോട്ട് എത്തിപ്പെടാനും നമുക്കൊരു കാര്യം ലിമിറ്റേഷൻ അല്ല. ആ സ്കെയിൽ നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾ ഇത് ചെയ്യണമെന്നില്ല. സ്കെയിൽ ഇപ്പോൾ ഊബർ സിയാറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ആലപ്പുഴ അല്ലെങ്കിൽ കൊല്ലം വരെ എത്തണമെങ്കിൽ അതാണ് സ്കെയില്. സോ അത് സ്കെയിൽ നിങ്ങളുടെ മനസ്സിൽ കാണാൻ പറ്റണം. മനസ്സിൽ കാണുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ. പൈസ കൊടുക്കാതെ എന്ത് വേണ്ടി ബിസിനസ് തുടങ്ങാം? ഞാൻ പറയാം, ഒരു പൈസ കൊടുക്കാതെ നമുക്ക് സ്വപ്നം കാണുന്നതിന് പൈസ ഇല്ലല്ലോ. ഈ പോയി കുറച്ച് വെണ്ടേഴ്സിനെ കണ്ടുപിടിക്കുന്നതിന് പൈസ ഇല്ലല്ലോ. ഈ കഥകളൊക്കെ വെച്ച് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ തന്നെ ക്യാൻവ ഉണ്ട്, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്.
അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ഇതിനെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് പൈസ തുടങ്ങാതെ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്ത് വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുവരെ എത്താദ്യം, അതുവരെ നമ്മൾ എത്താതെ ഈ ഒരു 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 ട്രാഫിക് ലൈറ്റിൻ്റെ അടുത്തുള്ള റെഡ് ലൈറ്റ് കണ്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ഈ ഫസ്റ്റത്തെ സ്റ്റാർട്ടപ്പ് ടിഷ്യൂ അത് സെയിൽ ചെയ്യാണോ ചെയ്തത്, അത് ഡൗൺ ആക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അത് ഞാൻ ഡൗൺ ആക്കി. കാരണം സെയിൽ ചെയ്യാനുള്ള ലോസ് ഉണ്ടായി അവിടെ? ലോസ് ഉണ്ടായി. ആ മേടിച്ച എക്യുപ്മെന്റ് ഒക്കെ, കാരണം നമുക്ക് എത്ര പൈസയുണ്ടോ ഏകദേശം? ഒരു 2 ലക്ഷം രൂപയോളം ലോസായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഐവി സെന്റർ തുടങ്ങാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ ലോസ് ഉണ്ടോ അതേപോലെ? ഇല്ല, അതിന് ലോസ് ഇല്ലായിരുന്നു. കാരണം ഫെർട്ടിലിറ്റി അത് നമുക്ക് ആദ്യം വരുന്ന പേഷ്യൻസ് മുതൽ അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റ് മുതലേ പൈസ അവർ അപ്രണ്ട് പേ ചെയ്തിട്ടാണല്ലോ. അല്ലല്ല, അത് ഞാനത് ഇത് മാറി. കാരണം എനിക്ക് നമ്മളൊരു കാര്യം വേറെ സ്കെയില് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന്റെ പഴയ കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ഓർത്ത് സ്റ്റക്കാണ്, നമ്മുടെ ലോക്ക് പോലെ ആയിരിക്കും അത്. അപ്പൊ അതിനൊക്കെ മാറുക. അപ്പൊ അതില് ഇപ്പൊ രണ്ടും ഡ്രോപ്പ് ആയെന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് കയ്യില് ഇൻകം എങ്ങനെ വരുന്നത്? അല്ല, സോ ആദ്യത്തെ കാര്യത്തിന് മാത്രം എനിക്ക് നഷ്ടം വന്നതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ അന്ന് ഞാൻ 13 വർഷം വർക്ക് ചെയ്തതിനകത്തൊരു സേവിങ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു സേവിങ് വെച്ചാണ് ആദ്യത്തെ അത് പോകുന്നെങ്കിലും അത് കവറപ്പ് ചെയ്യാവുന്ന വരുന്നത്. സോ അത് ഞാൻ വിട്ടില്ലായിരുന്നെങ്കിൽ അതിന് നഷ്ടമൊന്നും അല്ലായിരുന്നു, ആ ബിസിനസ് നഷ്ടമല്ല, എനിക്ക് കണ്ടിന്യൂ ചെയ്തായിരുന്ന പൈസ കിട്ടിയത്. അത് ഞാൻ ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. കാരണം എനിക്ക് എക്യുപ്മെൻ്റ് ഒക്കെ ഇനി വിൽക്കാൻ വേണ്ടി ആളെ കണ്ടുപിടിക്കണം. ആ സ്ഥലത്തിന് നമ്മളൊരു ഇൻറ്റീരിയർ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ അതിനുവേണ്ടി, കാരണം പുതിയൊരു കണ്ടപ്പം നമ്മൾ അതിനോട്ട് ഏതാണ് ഇതിനു വേണ്ടി വിറ്റ് പൈസ ആക്കിയിട്ട് ഞാൻ അതിന് പോകണോ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഓപ്പർച്യൂണിറ്റിയിലോട്ട് ഇറങ്ങണോ എന്നുള്ളൊരു ബാലൻസ് വരുമല്ലോ. ഓപ്പർച്യൂണിറ്റി ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇനീഷ്യലി കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. അപ്പൊ ആരാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഫണ്ടോ ഹെൽപ്പ് മറ്റു കാര്യങ്ങളൊക്കെ വന്നത്? പുതിയ ഐഡിയയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഐഡിയയിലോട്ട് വന്നപ്പോൾ ഫെർട്ടിലിറ്റി സെന്ററിലോട്ട് വന്നപ്പോൾ നമ്മൾ ആദ്യത്തെ ചെറിയൊരു നമ്മളെ പറ്റുന്നൊരു ചെറിയ ക്ലിനിക്കിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഒരു റൂം എടുത്തു, ഡോക്ടറിനെ കാണാൻ പേഷ്യൻറ്റിന് പറ്റും. ആദ്യം നിന്ന് പേഷ്യൻസുകൾ വരാൻ തുടങ്ങി, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ ഇതിന് വെച്ച് തന്നെ നമുക്ക് പല കാര്യങ്ങളും, കാരണം ഒക്കെ ഇപ്പോൾ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, അവിടെ ഫാർമസി വേണം. അപ്പോൾ നമ്മൾ വെൻഡേഴ്സിനോട് പറഞ്ഞാൽ അവർ ഫാർമസി പ്രൊഡക്റ്റ് കൊണ്ടുവെക്കും, ഫാർമസിസ്റ്റിനെ എടുക്കും. IVF വേണം, എക്യുപ്മെൻറ്റ് കൊണ്ട് തരാനുള്ള വെൻഡേഴ്സ് ഉണ്ട്. സോ അങ്ങനെ ആ സ്കെയിൽ കണ്ട് അതിലോട്ട് എത്തുമെന്ന് ഉറപ്പുള്ളപ്പം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നു. എല്ലാം ഒരുക്കിയിട്ട് അതിൻ്റെ ബിസിനസ് എവിടെ നോക്കിയില്ല. നമ്മൾ സ്റ്റെപ്പായിട്ട് അത് ബാലൻസ് ചെയ്ത് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണത്. അപ്പോൾ അത് പോയിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് ഫുള്ളായിട്ട് ഇറങ്ങിയ സമയത്ത് കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നോ, ഒരു ഇൻവെസ്റ്റർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതോ ഒന്നും ഇല്ലാതെ? മൈക്കെയറിലോട്ട് ഇറങ്ങിയപ്പം കയ്യിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യും. കാരണം സ്കെയിലാകുന്ന ഒരു ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഫണ്ട് കൂടുതൽ വേണം. അപ്പോൾ സ്കെയിലാകുന്ന ബിസിനസ്സിനായിരിക്കും ഫണ്ട് റേസിങ്ങും കൂടുതൽ നടക്കുന്നത്. സോ മൈക്കെയറിലോട്ട് ഇറങ്ങിയപ്പം അതിൻ്റെ സ്കെയിൽ കൂടുതലായതുകൊണ്ട് ഞാൻ എക്സ്റ്റേണൽ ഇൻവെസ്റ്ററിനെ ആദ്യം മുതൽ തന്നെ പിച്ച് ചെയ്യേണ്ട അവസ്ഥ. കാരണം എനിക്ക് ചിലപ്പോൾ കൊച്ചിയിലെ പേഷ്യൻസിനെ മാത്രം ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ആ പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആദ്യം നിന്ന് കിട്ടുന്നൊരു റവന്യൂ ഷെയർ ചെയ്യുന്ന ഞാൻ അടുത്തത്, അപ്പം അതിനൊരു സ്കെയിൽ വരുന്നില്ല. അപ്പം അതിന് ഞാൻ ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് പോയി. അപ്പം പക്ഷെ മറ്റേതൊക്കെ തുടങ്ങുന്ന ആ ഒരു അസറ്റ് ആയിരുന്നുകൊണ്ട് ഒരു കാൽക്കുലേറ്റഡ് റിസ്കിന് മുമ്പോട്ട് വന്നു. പക്ഷെ സ്കെയിലാവുമ്പോൾ അത് പറ്റത്തില്ല. സ്കെയിലാവുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്താണോ നമ്മൾ ആ സ്കെയിൽ എന്നുള്ള അവരെ കാണിച്ചു കൊടുത്തിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ട് തന്നെയാണ് മൈക്കെയർ ഫുള്ളായിട്ട്. ആദ്യത്തെ ഒരു 6 മാസത്തോളം ഫണ്ട് റേസ് ചെയ്തില്ല. പക്ഷെ അന്നേരം ഞങ്ങൾ സ്കെയിലും ആയില്ല. അപ്പം ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു മാസം 5 പേഷ്യൻ്റ്, ഒരു മാസം 5, ചിലപ്പം 12 ആവും. അപ്പം ഗ്രോത്ത് വളരെ കുറവായിരുന്നു. സ്കെയിൽ ഉണ്ടെങ്കിലും നമ്മൾ ഗ്രോത്ത് വളരെ കുറവായിരുന്നു. പക്ഷെ ആ ഗ്രോത്തിനെ ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയാണ് ഫണ്ട് വേണ്ടത്. ഇനീഷ്യലി ഒരു 5-10 കസ്റ്റമർ എന്ന് പറഞ്ഞു, അതെങ്ങനെ ഫൈൻഡ് ചെയ്തത്? ആദ്യത്തെ ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2-3 ബിസിനസ് ചെയ്തല്ലോ. അപ്പം ഈ പേഷ്യൻസ് എവിടെ ഉണ്ടെന്ന് കോണ്ടാക്ട് ഉണ്ട്, എവിടെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കസ്റ്റമറിനെ നമുക്ക് അറിയാമല്ലോ. ആദ്യം എന്തായാലും നമുക്ക് ഏതൊരു ബിസിനസ് ആയാലും ആദ്യം എപ്പോഴും പോകുന്ന നമുക്ക് അറിയാവുന്ന ഒരു സർക്കിളിലായിരിക്കും. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റാറ്റസ് ഒക്കെ പിച്ച് ചെയ്യാതെ വിളിച്ച് ചോദിച്ചു ഓരോരുത്തരോട് അത് പൈസ കസ്റ്റമേഴ്സിന് നമ്മൾ തന്നെ വിളിച്ചു ചോദിച്ചു. നമ്മൾ തന്നെ സെയില്, നമ്മൾ തന്നെ പിക്കപ്പ് ചെയ്യും, നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്യും. നമ്മൾ ഇപ്പൊ പറഞ്ഞ മൈക്കെയറിന്റെ എല്ലാ സർവീസും നമ്മൾ തന്നെ ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി ഫെസിലിറ്റി റെഡി കൊടുത്തവർക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, പേഷ്യൻറ്റ് നമ്മളടുത്ത് വരും, നമ്മൾ അവരെ പിക്കപ്പ് ചെയ്യും, അവരുടെ വീൽ ചെയർ തള്ളും, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ നമുക്കറിയാവുന്ന, ആ ഡോക്ടറിന് ഇത്രയും വെരിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഡോക്ടറായിരിക്കും. ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകും, അഡ്മിറ്റ് ചെയ്യും. പേഷ്യൻറ്റിന് വേണ്ടി നമ്മൾ ഓടി നടക്കും. മരുന്ന് വേണമെങ്കിൽ നമ്മൾ മേടിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുവരും. ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് ഡിസ്ചാർജിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യും.
തിരിച്ച് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ ഫോണിരുന്ന് വിളിച്ച് പേഷ്യൻസിനോട് ചോദിക്കും എല്ലാം ഓക്കെയാണോ. അവരുടെ ഒരു വീട്ടിലൊരു അംഗം പോലെ നമ്മൾ നിന്ന് ആ പേഷ്യൻസിനും എനിക്കൊരാൾ കൂടെ വേണം. ഈ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോകാൻ എനിക്കൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഉദ്ദേശിച്ചിരുന്ന 2-3 പേഷ്യൻ്റാണ് നമ്മളിൽ കൂടെ വന്നത്. അവർക്ക് നമ്മൾ വീട്ടിലൊരു അംഗത്തെ പോലെ ഓടി നടന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഫസ്റ്റത്തെ കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയത്ത് മൈക്കെയർ എന്നുള്ള പേരുണ്ടായിരുന്നു. പേരൊക്കെ തന്നെ ഒരു 6-7 പേര് മാറി. അപ്പം നമ്മള് ഒരു ബിസിനസ് എന്ന് പറയുന്നത് പല കാര്യങ്ങളുടെയും കൂടെ കോമ്പിനേഷൻ. നമ്മുടെ സാധാരണ നാട്ടിലെ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ആദ്യം പറയുന്നത് അതിന്റെ പേര്, ബ്രാൻഡിങ്, അതിന്റെ ലോഗോ ഡിസൈൻ, ഇതിനാണ് ആദ്യം നടക്കുക. കസ്റ്റമർ തെരഞ്ഞല്ല. അപ്പൊ ഇവിടെ ഞാൻ പഠിച്ച വലിയൊരു പാഠം പറയാം. നിങ്ങൾ പറഞ്ഞാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്ന പൈസ. നമ്മൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് കസ്റ്റമറിന് എന്തായിരുന്നു പെയിന്, ആ പെയിൻ നമ്മൾ സോൾവ് ചെയ്യുന്ന മാത്രമായിരിക്കണം ഒരു നല്ല ഫൗണ്ടറിൻ്റെ ജോലി. അയാളുടെ പെയിൻ എന്തുമായിരുന്നു? കാരണം ഒരു 2 കാര്യമുണ്ട്. ഒന്ന്, ആ പെയിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാമെങ്കിൽ ആ പെയിൻ നിങ്ങൾക്ക് മനസ്സിലാവുമ്പം നിങ്ങൾക്ക് അതുകൊണ്ട് ഉറക്കം വരുന്നില്ല. നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കുന്നു. കാരണം ഇത് സോൾവ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റ്. അതിൻ്റെ സോൾവ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരിൽ അത് സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ വർഷങ്ങളോളം ഞാനത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പം അത് ഓർക്കുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതാണ് ഒരു ഫൗണ്ടറിനെ നയിക്കുന്നത്, വേറെ ഒന്നുമല്ല. കാരണം ഞാൻ ഇന്ന് ഒരാളെ സോൾവ് ചെയ്താൽ തീരുന്നില്ലല്ലോ. കാരണം ഇനിയും കിടക്കുകയാണ് പ്രോബ്ലം. 80% ഇന്ത്യയിലെ പോപ്പുലേഷൻ 140 കോടിയിൽ നിന്ന് ഒരു 70% എടുത്താൽ പോലും അവർക്ക് ഈ പ്രോബ്ലം ഉണ്ട്. അപ്പം അത് സോൾവ് ചെയ്ത് തീരണമെങ്കിൽ എത്ര വർഷം എടുക്കേണ്ടി വരും. അപ്പം അതാണ് എക്സൈറ്റ്മെൻറ്റ്. 2, നിങ്ങൾ ചോദിച്ചതിനകത്ത് പൈസ, ബ്രാൻഡ്, പേര്. ഇതിനകത്തൊക്കെ ആദ്യം ഞാനൊരു പേരിട്ടായിരുന്നു, ഞാൻ പറയുന്നില്ല, പക്ഷെ ആ പേരിട്ടായിരുന്നു, ഒരു പേരിട്ടു. ആ പേര് ഞാൻ ബിസിനസ് പൊട്ടിയാലും വേണ്ടിയില്ല, ഈ പേര് എവിടെ തരും. അതുകൊണ്ടല്ല, പല പേര് മാറ്റി. ഞാൻ ഏത് പേരാ പറയണമെന്ന് ആലോചിക്കുക. പല പേര് മാറ്റി പല രീതിയിൽ. ഇപ്പം നമുക്ക് ആദ്യം ഇപ്പം ഈ പറയുന്ന കഥ, ഈ ഒരു പിച്ച് ആദ്യം ഇതിൻ്റെ ഈ ഒരു ആംഗിളിലായിരിക്കത്തില്ലായിരിക്കും. നമുക്കറിയാം, നമുക്ക് കിട്ടിയൊരു അറിവിലായിരിക്കും അത് പറയുന്നത്. പക്ഷെ അത് നമ്മൾ മുൻപോട്ട് നടക്കുന്നവരായിരിക്കും അതിനകത്തുള്ള വിസ്ഡം കൂടുന്നത്, അറിവ് അല്ലെങ്കിൽ പ്രോബ്ലം. എനിക്ക് ആദ്യം എന്തായിരുന്നു ഏകദേശം ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒരു പിച്ച് ഓർമ്മ ഉണ്ടോ? എന്താണ് നിങ്ങൾ പറഞ്ഞിരുന്നത്? ഹോസ്പിറ്റലുകാരോട് പോയി പറഞ്ഞു നിങ്ങൾക്ക് പേഷ്യൻസ് കുറവാണ്, എനിക്കറിയാം പേഷ്യൻസ് എവിടെ ഉണ്ടെന്ന്, ട്രീറ്റ്മെന്റ് വേണ്ട. കാരണം ഞാൻ മാർക്കറ്റിങ്ങിലായിരുന്നല്ലോ, ഹെൽത്ത് കെയർ മാർക്കറ്റിംഗിലായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഇന്നാളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഈ ഐഡിയാസ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പിച്ച് ചെയ്യുമ്പോൾ പിച്ചെടുക്ക് കുറേ മാറ്റം വരുത്തിയതിൻ്റെ കഥ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പിച്ച് ചെയ്ത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ അടുത്ത് തുടക്കത്തിൽ ഇപ്പോൾ ഉള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ടു, ശരിക്കും എക്സാക്ട് വലിയ വേറെ രീതിയിൽ എത്തിയിട്ടുണ്ട്. ആ ബാലിശമായിട്ടുള്ള തുടക്കത്തിലൊരു പിച്ച് എന്ന് പറഞ്ഞിരുന്നു. ഇതായിരുന്നു ഞാൻ ആദ്യത്തെ പിച്ച് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്തിടെ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ആദ്യത്തെ പിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും ഇത് ആരുടെ കമ്പനിയാണ് ഇതെന്ന്. നമ്മൾ പറയുന്നത് നമ്മുടെ സിനിമയുടെ ആദ്യം എഴുതി കാണിക്കുന്നില്ല, യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ബന്ധമില്ലായിരുന്നു. ആദ്യം നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ സൈഡ് മാത്രം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ബിസിനസ് ഇല്ല, ഞാൻ ഹെൽത്ത് കെയർ മാർക്കറ്റിങ്ങിലായിരുന്നു, ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങിലായിരുന്നു. ഞാൻ അപ്പോളോടെ മാർക്കറ്റിങ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡ്സിലെല്ലാത്തിൻ്റെ മാർക്കറ്റിങ്ങിലായിരുന്നു. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എവിടെയാണ് പേഷ്യൻസ് എന്നറിയാം, ആരാണ് പേഷ്യൻസ് എന്നറിയാം. കാരണം വലിയ ബ്രാൻഡായാലും ഞാൻ അങ്ങോട്ട് പേഷ്യൻസിനെ എത്തിക്കുമായിരുന്നല്ലോ എൻ്റെ ജോലി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഒരു മാർക്കറ്റിംഗ് ആളൊന്നുമില്ല, ഈ സ്മോൾ ഹോസ്പിറ്റലിൽ. അന്ന് ഞാൻ ഇവർക്ക് വേണ്ടി ഓടി നടന്ന പേഷ്യൻസിനെ ഇവിടെ എത്തിക്കാമെങ്കിൽ അതായിരുന്നു പിച്ച്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ബിസിനസ് ഇല്ല, ഞാൻ ബിസിനസ് കൊണ്ടുവരാം. പിന്നെ പിന്നെ ഈ ഹോസ്പിറ്റൽ സൈഡ് ഇത് നടക്കത്തില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 50,000 ഹോസ്പിറ്റൽസേ ഉള്ളൂ, അതേ ഉള്ളൂ സ്കെയില്. അപ്പം ഓക്കെ, ഇനി അത് നിർത്താം. പേഷ്യൻസിന്റെ സൈഡ് പഠിക്കാൻ തുടങ്ങി, പേഷ്യൻസിന്റെ സൈഡ് എത്രമാത്രം അറിയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പേഷ്യൻസിന്റെ കാര്യം മാത്രം പറയാൻ തുടങ്ങി. അപ്പം മനസ്സിലായി അതും നടക്കത്തില്ല. കാരണം പേഷ്യൻസിന്റെ കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു യൂണിക്നെസ് എന്താണ്, ലാർജ് വിഷൻ എന്താണ്? നിങ്ങൾ ജീവിതം മൊത്തം ഒരു NGO പോലെ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കാനും പറഞ്ഞില്ലല്ലോ, നിങ്ങളൊരു ബിസിനസ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇത് കുറെ സമയം എടുത്തിട്ടുള്ള തിങ്കിങ്ങും ഇറ്ററേഷനും 90 പേരല്ലേ റിജക്ട് ചെയ്തത്, 80-90 പേരാണ് നമ്മൾ റിജക്ട് ചെയ്തത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട്. അപ്പം 1-2 പേരൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് വരുന്നതിന് മുമ്പേ ഇതൊക്കെ ഈ ആളുകൾ കേൾക്കേണ്ട കഥ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും കേൾക്കേണ്ട കഥ ഒരു കഥയാണെങ്കിലും പല രീതിയിലാണ്. അപ്പോൾ അതിലോട്ട് എത്തേണ്ട ഒരു ജോലി ഒരു ഫൗണ്ടർ എന്ന് പറഞ്ഞാണല്ലോ, ഒരു ലൈഫ് ലോങ് എഡ്യൂക്കേഷന്. അപ്പോൾ ഞാൻ അത് വെച്ച് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കണ്ടു, നമ്മളെ നന്ദനത്തിനകത്ത് പറഞ്ഞതുപോലെ ഞാനേ കണ്ടുള്ളൂ ഈ പ്രോബ്ലം.
പക്ഷെ അത് മറ്റുള്ളവരിലോട്ട് ഈ ഡീപ്പിൽ ഈ പ്രോബ്ലം അവരെ കൊണ്ടും കൂടെ കാണിക്കണമെങ്കിൽ ഞാനത് കറക്റ്റായിട്ടൊരു സിനിമ പോലെ കൊണ്ടുവരണം. ആ ഒരു സ്ക്രീൻ പ്ലേ, ഒരു സ്ക്രിപ്റ്റ്, അതിനകത്തൊരു മസാല എന്ന് പറയുന്നത് അതിൻ്റെ പെയിന്, അതിൻ്റെ ഒരു സോങ് സീന്, ഇതെല്ലാം വരുമ്പോഴാണല്ലോ ഒരു സിനിമയാവുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ചെയ്താൽ നമുക്കറിയത്തില്ല. നമ്മളെല്ലാവരും ചെയ്യുന്നത്, ഞാൻ കണ്ട പച്ചയായ കഥ അങ്ങ് പോയി പറഞ്ഞു നോക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോര തുപ്പി പറയുന്നു, അത്രയും വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഇൻവെസ്റ്റേഴ്സിന് ഉത്തരം ഉണ്ടായില്ല. ചിലപ്പോൾ ഇത് ഭയങ്കര മിസ്മാച്ചായിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഒരു പോയിന്റ് വന്നപ്പം, പക്ഷെ അപ്പം ഓരോ ഇൻവെസ്റ്റർ റിജക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ പോയി തിരിച്ചു ചോദിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത ആള് കഴിഞ്ഞ ആള് 10 മിനിറ്റ് ആയപ്പോൾ റിജക്റ്റ് ചെയ്ത്, അടുത്ത ആളെ എനിക്കൊരു 15 മിനിറ്റ് വരെ ഒന്ന് പിടിച്ചിരുത്താമെങ്കിൽ ഓക്കെ, അടുത്ത ആള് 1 മണിക്ക്. അപ്പോൾ അത് നമുക്കറിയാമല്ലോ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഒരു ക്യൂരിയോസിറ്റി എവിടെ ഹുക്ക് കിട്ടുന്നത്, അയാൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ ഓഫീസിലുള്ള അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ ഈ പ്രേമിക്കാൻ പോകുമ്പോൾ സ്കൂളുകളിൽ പറയും, നമ്മൾ ഈ കുട്ടിയെ തിരിഞ്ഞു നോക്കുമോ ഇല്ലയോ എന്നൊന്ന് ഈ കൊടുക്കാൻ പോകുന്ന ഈ പ്രേമനായകനെ കൊടുക്കാൻ പോകുന്ന അറിയാമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലെറ്റർ കൊടുത്ത് കാമുകിമോ കോളേജ് പഠിക്കുമ്പോൾ സ്നേഹമില്ലാത്ത മനുഷ്യനുണ്ടോ? ഞാൻ വിവാഹം കഴിച്ചത് തന്നെ 10 വർഷം സ്നേഹിച്ചിട്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്താ നമ്മളെ തിരിഞ്ഞു നോക്കുമോ ഇല്ലയോ. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനോട് പിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ അദ്ദേഹത്തിന് മനസ്സിലെത്തിക്കാൻ പറ്റിയെങ്കിൽ അവിടെയാണ് പക്ഷെ അത് ഈസി അല്ല. അപ്പം ഈ ഫൗണ്ടേഴ്സായിട്ട് ഇറങ്ങാൻ പോകുന്നവർ ആദ്യം പിച്ച് ചെയ്ത് പരാജയപ്പെട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പ്രൂവ് ആകത്തില്ല. കാരണം നിങ്ങൾ മുമ്പിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്ററായിട്ട് മാത്രം കാണാതെ നിങ്ങളുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരാളാണെന്ന് ചിന്തിക്കാമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു കുറവില്ല. നമ്മൾ വിചാരിക്കും ആദ്യം കണ്ട് 3-4 ഇൻവെസ്റ്റർ കഴിഞ്ഞ് ഇന്ത്യൻ ഇൻവെസ്റ്റർ തീർന്നു പോയെന്ന്. അങ്ങനെയായിരുന്നു ഞാനും പഠിച്ചത്. ഒരു 10-60 പേരോട് പിച്ച് ചെയ്തപ്പോഴത്തേന് ഇന്ത്യൻ ഇൻവെസ്റ്റർ തീർന്നു, ഇനി ആരും പൈസ തരത്തില്ല. പക്ഷേ അത്രയും പേരെടുത്ത് ധൈര്യമായിട്ട് പിന്നെയും ഒരു കൂവി കേൾക്കുന്ന ധൈര്യത്തോടെ സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ ധൈര്യം ഉണ്ടെങ്കിൽ അത് കിട്ടുന്നൊരു ധൈര്യം വേറെ. കയ്യടി പ്രതീക്ഷിച്ച് കയറി കഴിഞ്ഞാൽ വേറെ ആയിരിക്കും. പക്ഷെ അപ്പം ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ പോയി. അത് കഴിയുമ്പോൾ മനസ്സിലായി ഞാൻ ഇമ്പ്രൂവ് ആകാതെ കാര്യം നടക്കത്തില്ല. പിന്നെ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒരു ജേർണി ആയിരുന്നു. ആ ഇമ്പ്രൂവ്മെൻ്റ് സ്റ്റോറി ജേർണിയിൽ ഒരു പോയിൻ്റ് എത്തിയപ്പം ഞാൻ ഉദ്ദേശിച്ചതും അദ്ദേഹം കേൾക്കേണ്ടതും അദ്ദേഹത്തിനും അതേ പെയിൻ ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ളൊരു ഒരു ഹുക്ക് വന്നു. അതെപ്പോഴാണ് ഫസ്റ്റ് കണ്ടപ്പോഴേ? എനിക്ക് ആദ്യം കിട്ടിയത് എനിക്ക് ബോംബെയിലെ ഒരു ഇൻവെസ്റ്റർ ഗ്രൂപ്പ് 25 എടുത്തില്ല, അവർ അക്സെപ്റ്റ് ചെയ്തു. 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എൻ്റെ 25 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യം എന്ന് ഇറങ്ങി പോകുന്നതാണ്. നമ്മളിവിടുന്ന് എൻ്റെ 3 കോ-ഫൗണ്ടറിനെ വിളിച്ച് നാട്ടുകാരോടൊക്കെ, അല്ല ഇത് മൈക്കർ തുടങ്ങി ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. ഒരു ആദ്യം കുറച്ച് നാൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് റൈസ് ചെയ്തില്ല, പിന്നെ ഇൻവെസ്റ്റർ കാണാൻ നമ്മൾ പിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇപ്പോൾ കോ-ഫൗണ്ടേഴ്സ് ഉണ്ട്. എൻ്റെ 2 സുഹൃത്തുക്കൾ, ഞങ്ങൾ 3 പേരുടെ ബോംബെ ചെന്നു. ഇൻവെസ്റ്ററിനോട് എങ്ങനെ പിച്ച് ചെയ്യണമെന്ന് അറിയത്തില്ല. 4 പേര് അവരൊക്കെ വലിയ സ്റ്റാർട്ടപ്സിനെ കാണുന്നവരാണ്. നമ്മൾ ആദ്യമായിട്ടുള്ളൊരു അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമായിട്ട് ഒരാൾ വിളിച്ചിട്ട് ഇരുത്തുന്നത്. ഇതുവരെ ഉള്ളവരെല്ലാവരും റിജക്റ്റ് ചെയ്ത് വിടുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ക്യൂരിയോസിറ്റിയും പേടിയും അത്രയുമായിരുന്നു. കാരണം എന്താ ഇപ്പോൾ ഇവിടം വരെ വന്നല്ലോ, എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് പോയെങ്കിൽ നല്ലതായിരുന്നു. അപ്പം ആ ഒരു ഇരിപ്പ്, ഈവൻ അല്ലെങ്കിൽ ഒരു തമാശയുള്ള കാര്യം, എൻ്റെ കോ-ഫൗണ്ടറിനോട് ഒരു ഇൻവെസ്റ്റർ ചോദിച്ചു എത്ര ട്രാഫിക് ഉണ്ട്. അപ്പം പുള്ളി പറഞ്ഞ് വന്ന് മുമ്പേ അല്ലേ നല്ല ട്രാഫിക് ഉണ്ട്. അതാ ആ വൈബായിരുന്നു. നമ്മള് പച്ചയായിട്ട് പറഞ്ഞ് നല്ല ട്രാഫിക് ഉണ്ടെന്ന്. പുള്ളി ഉദ്ദേശിച്ചത് വെബ്സൈറ്റിലോട്ട് എത്ര ട്രാഫിക് ഉണ്ട്. അപ്പം ചോദ്യം, കാരണം ആ മെച്യൂരിറ്റിയിലുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മളെ ഉയർത്താതല്ലാതെ അവരോട് താഴെ വരാൻ പറയാൻ പറ്റത്തില്ല. അവരുടെ സ്കെയിൽ, അവരുടെ ചോദ്യങ്ങൾ താഴെ നിങ്ങൾ എൻ്റെ ലെവലിൽ ചോദിക്കാൻ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഉയരുമെന്ന് മാത്രമേ ഉള്ളൂ. സോ അതായിരുന്നു ആദ്യത്തെ ഇത്. 25 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു, അതിനുള്ള ടേം ഷീറ്റ് മേടിച്ചു. ഞങ്ങൾ തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ നോക്കി, ഇതൊരു വലിയ സ്കെയിലാണ്. നമ്മൾ 10-60-70 പേരോളം ആദ്യം റിജക്റ്റ് ചെയ്തു. ഒരാളാണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ അക്സെപ്റ്റ് ചെയ്ത ആളിനും കാര്യങ്ങൾ മനസ്സിലായെന്ന് കോൺഫിഡൻ്റ് ആയി. പുള്ളി പൈസ നമ്മൾ 25 എയിം ചെയ്തെങ്കിൽ 25 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ സ്റ്റോറി ഈ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞതും ഒന്നുകൂടെ സ്കെയിൽ ചെയ്തിട്ട് കുറച്ചുകൂടെ പ്രിപ്പയർ ആയിട്ട് നമുക്ക് ആൾക്കാരോട് പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവരോട് ഞങ്ങൾ പറഞ്ഞു 25 ലക്ഷം വേണ്ടെന്ന് വെച്ചു. ധൈര്യം കിട്ടി. ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ
25 ലക്ഷം മേടിക്കാന്നല്ലേ. അല്ല ആവശ്യം ധൈര്യം എന്ന് പറയാൻ തിരിച്ചായിരുന്നു. കാരണം ഒന്ന് കുറേ പേര് റിജക്റ്റ് ചെയ്തല്ലോ 60-70 പേര്. അപ്പം നമുക്ക് പൈസ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ആള് കൺവിൻസ് ആയല്ലോ. അപ്പം എൻ്റെ കഥ എവിടെയോ വർക്കൗട്ട് ആയെന്നുള്ള സന്തോഷമാണ്. പൈസയേക്കാളും മേളിൽ ഇത് നിൽക്കുമായിരുന്നു. കാരണം ഓക്കെ, അപ്പം ഇതുവരെയുള്ള എക്സ്പീരിയൻസും ഇതും ചേർത്തിട്ട് ഇനി 2 പേര് അതാണ് ഏറ്റവും വലിയ വാലിഡേഷൻ എന്ന് പറയുന്നത്. 3 പേരാണ് വാലിഡേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ഇൻവെസ്റ്റേഴ്സ്, അല്ല പേഷ്യൻസ്, ഇതൊക്കെയാണ് വാലിഡേഷൻ. അല്ലെങ്കിൽ അത് വാല്യുവേഷനേക്കാളും വലുതായിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇത് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല ആൾക്കാരെ ഒന്നുകൂടെ കണ്ടുകൂടാ? ഓക്കെ, അങ്ങനെ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ടൈം ബൈ ചെയ്ത് പെട്ടെന്ന് റിജക്ട് ചെയ്തില്ല. ഒരാഴ്ച വേണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ പേഷ്യൻസിന്റെ സൈഡിൽ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അതൊരു വാലിഡേഷൻ. നമ്മുടെ പേഷ്യൻസ് കൂടുന്നുണ്ട്, അപ്പൊ ധൈര്യം കൂടുന്നുണ്ട്. നമ്മള് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുവാണല്ലോ. അപ്പം ഈ ഒരു നമ്മൾ ആദ്യം 25 ലക്ഷം തരാൻ തുടങ്ങിയ ഇൻവെസ്റ്ററിനോട് ഒരാഴ്ചത്തെ ടൈം ബൈ ചെയ്ത് നമ്മൾ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പറയാം, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കും. അപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും, വേണോ വേണ്ടായോ, വേണ്ടാന്ന് പറയാൻ ചിലപ്പോൾ വലിയ മണ്ടത്തരമാകാം. ആ സമയത്ത് പക്ഷെ ഒരു 5-6 മാസത്തെ സമയം എടുത്തല്ലോ ഫസ്റ്റ് ഒരു ഓഫർ വരാനൊക്കെ. അപ്പോൾ ആ സമയം വരെയുള്ള ഇത് നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് തന്നെ വരുന്ന ഫണ്ട് ചെറിയ. കാരണം ഞങ്ങൾ മൂന്ന് കോ ഫൗണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ ബ്രദർ-ഇൻ-ലോയുടെ ഓഫീസിലെ ഒരു ചെറിയ ടേബിൾ മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ ടേബിളിന് ചുറ്റും 3 പേര് ലാപ്ടോപ്പും കൊണ്ടിരുന്നു. ഈ കോ ഫൗണ്ടേഴ്സിനോടും പറഞ്ഞായിരുന്നു തരാനൊന്നുമില്ല, സ്നേഹം. അവരും വർക്ക് ചെയ്യുമായിരുന്നു. ഒരാൾ ഇൻഫോസിസിലായിരുന്നു, ഒരാൾ ഒരു പ്രോഡക്റ്റ് ടെക് ആയിരുന്നു. പുള്ളി ഒരു പ്രോഡക്റ്റ് എഞ്ചിനീയർ ആയിരുന്നു. ടെക്കീസാണ്. അപ്പം അവരും എന്തോ ഒരു നമ്മൾ പറയത്തില്ലേ, നമ്മളെ എല്ലാം കൂടെ മാച്ച് ചെയ്ത് അവരും ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ അവർ ഈ ഒരു പ്രോബ്ലത്തിലോട്ട് ഫ്രണ്ട്ഷിപ്പിനെക്കാളും കൂടുതൽ ഈ ഒരു പെയിൻ പ്രോബ്ലം അവരും ഒത്തിരി കണക്റ്റഡായി. കാരണം അവരോട് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഉള്ളു തുറന്ന് പറയാം, പിച്ച് ചെയ്യണ്ടല്ലോ. അതല്ല, നമുക്ക് സമയം എടുത്ത് പറയാം. ഒരു 3 ദിവസം ഫോൺ ചെയ്ത് പിന്നെയും ഞാൻ പറഞ്ഞു പോയെന്നാൽ ഇച്ചിരി തെറ്റിപ്പോയി, ഇങ്ങനെ ഇല്ല. സോ അപ്പം ഞങ്ങൾ ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്പേസിലിരുന്ന് 3 പേരും ഇരുന്ന് ഇത് കിട്ടുന്ന ഇതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ. അവിടെ സാലറിയോ അങ്ങനെ ഒന്നുമില്ല. കിട്ടുന്നത് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള കാര്യം വെച്ച് അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ 25 ലക്ഷം വന്നു. അത് വേണ്ടാന്ന് പറയാൻ പോയ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരാഴ്ച തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫണ്ടുണ്ട്, നെക്സസ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ്. അതിൻ്റെ കോ ഫൗണ്ടർ ഉണ്ട് സന്ദീപ് സിംഗലും മുംബൈയിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ കണ്ട ദിവസം തിരിച്ചു പോകുന്ന ദിവസം പുള്ളിക്ക് ഞങ്ങൾ നേരത്തെ ഒരു ഇമെയിൽ അയച്ചായിരുന്നു. പുള്ളിയോട് ഞങ്ങൾ പറയും, ഞങ്ങൾ ഇന്ന് മുംബൈയിലുണ്ട്. പിന്നെ ഒരു വട്ടം ഫ്ലൈറ്റ് പിടിച്ച് പോകാൻ പൈസ ഇല്ലല്ലോ, ഞങ്ങൾ ഇന്ന് മുംബൈ ഉണ്ട്, ഞങ്ങളുടെ അതിൽ പിന്നെയും വരാനുള്ള അത്ര സാമ്പത്തികം ഇല്ല, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് മെയിൻ എത്രയോ പേരുടെ മെയിൻ കാണുന്നത് ഇന്ത്യയിലെ നമ്മളെ ഒട്ടുമിക്ക അൺ അക്കാഡമി മുതൽ സെപ്റ്റംബർ മുതൽ എല്ലാ കമ്പനിക്കും ഫണ്ട് ചെയ്തൊരു കമ്പനിയാണ്. അതിൻ്റെ കോ ഫൗണ്ടറാണ്, അതിൻ്റെ ഫൗണ്ടിങ് ടീമാണ് ഈ സന്ദീപ് സിംഗിൽ. അപ്പം പുള്ളി കാണുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പം ഇപ്പം നമ്മൾ വരുന്നത് പറഞ്ഞാൽ മറ്റേടത്തെ പിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക. ഇനി വൈകിട്ട് അത് തിരിച്ച് ഫ്ലൈറ്റ് ഉണ്ട്, ഉച്ചയ്ക്കത്തെ ആ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ആ മെയിൽ അയച്ചിട്ട് വെയിറ്റ് ചെയ്യുവാണല്ലോ. നേരത്തെ മെയിൽ അയച്ചാൽ ഞങ്ങൾ മുംബൈ വരുന്നുണ്ട്, പിന്നെ ഒന്നുകൂടെ അയച്ചു, ഇന്ന് ഞങ്ങളിവിടെ ഉണ്ട്. ആ ക്യൂരിയോസിറ്റി ഒന്നുകൂടെ ബിൽഡ് ചെയ്ത് ഇപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, കുറച്ച് ഞാൻ ടൈം തരാം ഓഫീസിനോട്. അപ്പോൾ ഞാൻ എൻ്റെ കോ ഫൗണ്ടേഴ്സിനോട് അവർക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ഇച്ചിരി നേരത്തെ ആയിരുന്നു. അപ്പോൾ അവർ തിരിച്ചു പോയി. ഞാൻ ഈ പുള്ളിയുടെ ഓഫീസിൽ ചെന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തോ ഒരു ഇതിൽ നമ്മൾ നേരത്തെ ഈ ഒരു വൈവ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനുകളും ആൻസറുകളും ഒക്കെ ഇച്ചിരി ഒരു ക്ലാരിറ്റിയാണ്. അപ്പം ആ ഒരു ധൈര്യത്തിൽ അങ്ങ് സംസാരിച്ച് ഇത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ ഐ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ഗേറ്റ് വരെ വന്ന് ഓല ബുക്ക് ചെയ്യാനായിട്ട് നിൽക്കുക. നോക്കിയപ്പോൾ പുള്ളി ഓടി വന്നിട്ട് പറഞ്ഞ് ടൈം ഉണ്ടോ കുറച്ച് നേരം കൂടെ ചോദിച്ചു. പിന്നെന്താ ടൈം ഉണ്ടോയെന്നോ, ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറയും. പുള്ളി ഇറങ്ങി എൻ്റെ ഒരാളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പക്ഷെ അത് വേറൊരു ഫണ്ടാണ്, അവാന ക്യാപിറ്റൽ അഞ്ജലി ബെൻസിൽ എന്ന് പറഞ്ഞ്. അഞ്ജലി ബെൻസിൽ ഇന്ത്യയിലെ ഞാൻ ആരാന്ന് പോലും അറിയത്തില്ല. നോക്കിയപ്പോൾ ടാറ്റ ട്രസ്റ്റിൻ്റെ ബോർഡിലുള്ള ഒരാൾ, ബാങ്ക് ഓഫ് ബറോഡയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള. ഇന്നൊരു ആർട്ടിക്കിൾ വന്നേ ഉള്ളൂ, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വുമൺസിലെ 25 പേരിലൊരാൾ. അപ്പം അതൊന്നും നമുക്കറിയത്തില്ല. അഞ്ജലി എന്ന് പറഞ്ഞ ഒരാളെ കാണണം, ഒരു 10 മിനിറ്റ് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ പറഞ്ഞ് ഓക്കെ അഞ്ജലി ആരാന്നെങ്കിൽ ഓക്കെ കാണാമെന്ന് പറഞ്ഞ് അവിടെ. അപ്പോൾ വലിയ 10-25 നിലയുള്ളൊരു ബിൽഡിങ്ങിൽ കൊണ്ടുപോയി വലിയൊരു ബോർഡ് റൂമിൽ കൊണ്ടിരുത്തി. അവിടെ കുറച്ച് കഴിയുമ്പോൾ ഈ അഞ്ജലി എന്ന് പറഞ്ഞ മേഡം വന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ വൈഫാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അഞ്ജലി മേഡത്തിന് വേറൊരു ഫണ്ടുണ്ട്, അത് വലിയൊരു ഫണ്ടാണെന്നും എനിക്കറിയത്തില്ല. മേഡം അവിടെ ഇരിപ്പുണ്ട്. എന്നോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത്. ഞാൻ 5 മിനിറ്റ് പറയുമ്പോഴേ പുള്ളിക്കാർ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത്
ഊബറിന് തുല്യ. കാര്യം മനസ്സിലായി. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കിപ്പോൾ എത്ര ഫണ്ട് വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇപ്പോൾ എത്ര, ഇപ്പോൾ 25 ലക്ഷത്തിനാണല്ലോ ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞ ഞാനിന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എൻ്റെ ബാക്കിയുള്ള കോഫൗണ്ടേഴ്സിന്. അപ്പോൾ ഒരു കോൺഫിഡൻ്റായി നോ പറയാനായിട്ട്. അപ്പം അതിനാണ് ഈ നോ വരുന്നത്. മീറ്റിംഗ് കിട്ടി, പക്ഷേ ഇവർ ഫണ്ട് തരുമെന്ന് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നു, നിങ്ങൾക്ക് എത്ര ഫണ്ട് വേണ്ടെന്ന് വരെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, വിൽ തിങ്ക് ആൻഡ് ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞു വിട്ടുള്ളൂ. അപ്പം അതുമില്ല ഇതുമില്ല, ഇത് നോ പറഞ്ഞാൽ ഇത് കിട്ടുമോ എന്നുള്ളൊരു ഇതിലാണ് തിരിച്ചു വരുന്നത്. പിന്നെല്ലാം ഫോണിലായിരുന്നു വിളിച്ചിട്ട് അവിടെ നോ പറഞ്ഞ്, എന്നിട്ട് ഇത് ഇവരോട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവരും വിളിക്കുന്നില്ല. അന്നൊരു 1.5 ആഴ്ച കഴിയുമ്പോഴാണ് ഇവർ തിരിച്ച് വിളിച്ചിട്ട് പറയുന്നത് യെസ് വി ആർ റെഡി ടു ഫണ്ട് യു, ഹൗ മച്ച് യു വാണ്ട് എന്ന് ഒന്നുകൂടെ ചോദിച്ചു. ഞങ്ങളറിയില്ല ഈ ഒരു 80-1 CR ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരി ഉടനെ തന്നെ പറഞ്ഞ് ഞാനൊരു 60 lakhs ഇപ്പം തരാം, പിന്നെ നിങ്ങൾ ഇച്ചിരി കൂടെ സ്കെയിലായിട്ട് ഇഫ് യു വാണ്ട് ഫണ്ട് അന്നേരം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു സമയത്ത് ഇക്വിറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഫണ്ട് ചെയ്യൂ. ലുക്ക്, ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും. നമ്മൾ ദൈവദൂതൻ എന്നൊക്കെ പറയുന്ന പോലെ അവർ നമ്മളെക്കാട്ടിലും വലിയ എത്ര 100-200 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെന്തോ ഈ ഒരു പറഞ്ഞ ഫണ്ട് തരുമ്പോൾ അവർക്കൊരു തിരിച്ചൊരു അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷനും വന്നില്ല. നിങ്ങൾ ഫണ്ട് എടുക്കുമ്പം എൻ്റെ 60 ലക്ഷം രൂപ അതിനകത്തുണ്ട്, നിങ്ങളപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നേക്കാം, നിങ്ങൾ എന്നിട്ട് ടേംസ് ഒക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്തോളാൻ പറയും. ഒരു റിക്വയർമെൻറ്റും വെച്ചില്ല. കാരണം ഒന്നായിരിക്കാം, കാരണം ഈ ഫണ്ടിൻ്റെ ഓർഡറിനെ തന്നെയാണ് ഞാൻ കാണുന്നത്. അവിടെ ഉള്ള 200 സ്റ്റാഫുകളെയോ അവരോട് പിച്ച് ചെയ്തല്ല ഞാൻ അവിടെ ചെല്ലുന്നത്. ഈ ഓർഡർ കാണുമോ? നമ്മൾ പിച്ചൊക്കെ ചെയ്ത് പോകുന്ന സമയത്ത് എപ്പോഴും പറയണത് എത്രയാണ് ഫണ്ട് വേണ്ടത്, അതിനെന്താണ് റിട്ടേൺ. അല്ല, പക്ഷേ ഞാൻ കണ്ടില്ല, ഈ ഓർഡറിനെയാണ് നമ്മൾ കാണുന്നത്. ഈ ഇവിടുത്തെ ഈ ഓഫീസിലിരിക്കുന്ന 200 പേര് അവരോടൊക്കെയാണ് നമ്മൾ പിച്ച് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നോർമൽ പ്രോസസ്സിൽ കൂടെ പോവുകയാണെങ്കിൽ ഇവരോടൊക്കെ പിച്ച് ചെയ്ത് അവരൊക്കെയാണ് ഈ ചോദ്യങ്ങൾ. 60 ലക്ഷം അയച്ചു തന്നു. ഇല്ല, 60 എത്ര വേണ്ടത്, എപ്പോഴാണ് വേണ്ടത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആയി. 25 ലക്ഷം ഇവിടെ കിടക്കുന്ന 60 ലക്ഷം ഇവിടെ, അപ്പോൾ തന്നെ നമുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ കുറേ പ്രോഗ്രാംസിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. IITയുടെ ഒരു ആക്സിലറേഷൻ ഉണ്ടായിരുന്നു ചെന്നൈയിൽ, അതിന് അപ്ലൈ ചെയ്തു. നാസ്കോം 10,000 സ്റ്റാർട്ടപ്പ് ഉണ്ട്, അതിന് അപ്ലൈ ചെയ്തു. ഹഡിൽ എന്ന് പറഞ്ഞ ഫണ്ട് റിസീവ് ചെയ്തില്ല. ഇല്ല, വേണ്ടപ്പോൾ എപ്പോഴാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു 1 week പീരീഡ് ആണല്ലോ. അപ്പം ഓക്കെ, ഇപ്പോൾ അത് അവരെ വിശ്വസിക്കാമല്ലോ, ഓർഡറല്ലേ പറയുന്നത്. അപ്പം അത് ഇപ്പോൾ ഈ കുറേ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തു. ആദ്യം നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പ്രോഗ്രാംസ് ആയിരുന്നു. അതിൻ്റെ അടുത്ത ലെവലിലുള്ള പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്ത് നമ്മൾ വിചാരിച്ചു ഓക്കെ, നമുക്ക് ഫണ്ട് ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്തുകൂടാ. അപ്പോൾ നോക്കിയപ്പോൾ 2 പ്രോഗ്രാം ഉണ്ട്. ഒന്ന് Y Combinator, YC, അവിടെയാണ് സിലിക്കൺ വാലിയിലുള്ള, അവിടെയാണ് നമ്മുടെ Airbnb-യും അല്ലെങ്കിൽ സ്ട്രൈപ്പും ഇങ്ങനെയുള്ള കമ്പനീസ് എല്ലാം ബോർഡായിട്ടുള്ളത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തു. അവിടുത്തെ പിറ്റേ ദിവസം ഇമെയിൽ വന്നു, വി ആർ ഷെഡ്യൂളിങ് ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. ഈ കേരളത്തിലുള്ള ഒരാൾ ഈ ഒരു ഇതിൻ്റെ ഫസ്റ്റ് ലെവലിൻ്റെ ഇൻ്റർവ്യൂ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു കാരണം ആ ഇൻ്റർവ്യൂവിനൊന്നും യോഗ്യത ഇല്ലാത്ത എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതിന് ഇൻ്റർവ്യൂ കിട്ടി. അതേ സെക്കൻഡിൽ തന്നെ സിലിക്കൺ വാലിയിലുള്ള OnDeck ODX എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൻ്റെ ഇൻ്റർവ്യൂ ഷെഡ്യൂളായി. രണ്ടും അവിടുത്തെ ഒരു ഏർലി മോർണിംഗ് 2 o'clock ഇൻ്റർവ്യൂസ് ആയിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. OnDeckൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ നമുക്കൊരു ടൈം ഷീറ്റ് അയച്ചു തന്നു. ഞങ്ങൾ നിങ്ങൾക്ക് 1.2 crore ഫണ്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം 60 lakhs എടുത്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു ആ മാഡത്തിനോട് പറഞ്ഞ് ഞങ്ങൾക്കിപ്പം ഫണ്ട് എടുക്കാൻ പോവുകയാണ്. സോ മാഡം പറഞ്ഞു 1.2ൻ്റെ എൻ്റെ 60 കൂടെ ആഡ് ചെയ്തു, ദെൻ യു സ്റ്റാർട്ട് യുവർ ജേണി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇച്ചിരി സ്കെയിൽ എന്നുള്ളത്. അപ്പോൾ ആ 1.2 അവരെന്ത് കണ്ടീഷനാണ് പറഞ്ഞത്? 7% നിങ്ങൾ നാളെ പ്രോപ്പറായിട്ട് ഫണ്ട് റേസ് ചെയ്യുമ്പം എന്താണോ നിങ്ങൾ വാല്യുവേഷൻ വെക്കുന്നത് ആ വാല്യുവേഷനിൽ 7% പറഞ്ഞില്ല, 7%. പക്ഷേ ഈ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് ഫ്യൂച്ചറിലായിരിക്കും. എപ്പോഴാണോ നിങ്ങൾ പ്രോപ്പറായിട്ട് എത്രയാണോ അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് ഉടന്നല്ലോ. കാരണം അമേരിക്കയിലുള്ള ഇൻവെസ്റ്റേഴ്സിനോടൊക്കെ പിച്ച് ചെയ്യുന്നു, അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇൻ്റർവ്യൂ കോഡ് വരുന്നു. അപ്പോൾ നമുക്ക് നമ്മളാണ് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നതെന്നൊരു ചിന്ത മനസ്സിലായി. നമ്മളെ ലിമിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. നമുക്ക് ഇവിടെ പിച്ച് ചെയ്തായിരുന്നല്ലേ അവിടെയും പിച്ച് ചെയ്യണ്ടേ, ഈ കഥ തന്നെയല്ലേ അവിടെയും പറയണ്ടേ. സോ അപ്പോഴത്തേന് കാര്യങ്ങളൊക്കെ ആ ലിമിറ്റ് ഒന്ന് മാറ്റിയപ്പോഴത്തേന് ആരോടും പറയാനൊരു പേടി വേണ്ട. പിന്നെ ഒരു ആദ്യം നിന്നാണ് ഫസ്റ്റ് ഫണ്ട് വരുന്നത്. ഫണ്ട് അവരും വാല്യുവേഷൻ വെച്ചില്ല. അപ്പം ചോദിച്ചു ഇനിയും സ്കെയിൽ ചെയ്യാൻ എത്ര വേണം. നമ്മൾ വിചാരിച്ച 25 ഒരു 5-6 കോടി എന്ന് പറയാം. ആ ഒരു 5-6 കോടി എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിന് ആൾക്കാരോട് പിച്ച് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ മെറ്റ
ആദ്യത്തെ ഫണ്ട് കഴിഞ്ഞ ശേഷം അത് അക്കൗണ്ടിൽ വന്നു. അക്കൗണ്ടിൽ വന്നപ്പോൾ അത് ഒരു റൗണ്ട് അല്ല, ഒരു ഫണ്ടിങ് റൗണ്ട് അല്ല, കാരണം നമ്മൾ വാല്യുവേഷൻ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇനി ഒരു വാല്യുവേഷൻ വെച്ചൊരു റൗണ്ട് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ഒരു ആ ഫണ്ട് വന്ന സമയത്ത് ഈ ഫണ്ട് എങ്ങനെ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവില്ല ശരിക്കും? ഒരു ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് 1 കോടി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ കുറച്ചാൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കാം. 1 കോടി ഒരുമിച്ചൊരു അക്കൗണ്ടിൽ കാണാന്നുള്ളത് വലിയൊരു സംഭവമാണ്. നമ്മൾ ഈ കോടി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള അല്ലാതെ സ്വന്തമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് വരുമ്പോ ഇതിന്റെ കുടുങ്ങി പോവോ അല്ലെങ്കിൽ അങ്ങനെ? ഇല്ല, അങ്ങനല്ല, ഇതിനൊക്കെ തിരിച്ചാവുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിന്റെ ഒരു നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചാൽ അങ്ങ് ഓപ്പണായി. നമ്മൾ 25 നമ്മുടെ സ്വപ്നം. പണ്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ MBA കഴിഞ്ഞ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തപ്പം കോട്ടയമല്ല, തിരുവല്ലയിലെ ഒരു ഹോസ്പിറ്റലിലെ മാനേജറാണോ എന്നായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. അതായിക്കഴിഞ്ഞാൽ വലിയതാണ്. അവിടുന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൻ്റെ അല്ല അപ്പോളോ വരെ എത്തുന്നത് ആദ്യം നമ്മൾ ലിമിറ്റ് ചെയ്യാതെ സ്കെയിലിനങ്ങ് ചിന്തിച്ചു. ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്ലാറ്റോ സ്റ്റേജ് വരും എപ്പോഴും. അത് ഫണ്ടിങ് ഏത് കാര്യം